അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതങ്ങതങ്ങാണ്ടൊരിടത്തിരുന്നു കാണുന്ന മർത്യൻ കഥയെന്തു കണ്ടു. വിശാല വിസ്തൃതമായ ലോകത്തെ പഠിക്കാൻ മനുഷ്യൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വിശാലമായ ലോകത്തെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുതായി പോവുകയാണ്. അല്ലാഹു സർവനാഥനായ തമ്പുരാൻ അവൻ വലിയവനായി പോവുകയാണ്. ഈ ദുനിയാവെന്ന് പറയുന്ന ലോകത്തിൻ്റെ അപ്പുറത്ത് മറ്റൊരു ലോകമുണ്ട് എന്ന് അഭ്യസ്തവിദ്യരായ ശാസ്ത്ര സമുദായം പോലും വിധിയെഴുതി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില, അല്ലാഹുവേ സർവനാഥനായ തമ്പുരാനെ നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല അല്ലാഹ്. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, അതുകൊണ്ട് നരകാഗ്നിയിൽ ഹോമിക്കപ്പെടുന്ന ഒരു വിറകായി മാറുന്നതിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ എന്ന് ഉടയ തമ്പുരാനോട് നമ്മൾ അല്ലാഹുവിനോട് പാപമോചനത്തിന്റെ ഭാഗമായിട്ട് ദുആ ചെയ്യുകയാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ പരസ്പരം സന്ധിക്കുകയാണ്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. നീയാണ് റബ്ബേ എല്ലാം, സമാധാനം നീയാണ്, രക്ഷ നീയാണ്, സുരക്ഷ നീയാണ് തമ്പുരാനെ. അവിടെയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നതിൻ്റെ ജീവിതത്തിൻ്റെ രചതരേഖകളെ പറ്റി പരിചയപ്പെടുത്തി തരുന്നത്. എന്തിനാണ് മനുഷ്യ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്? എന്തിൻ്റെ പേരിലാണ് നീ ഇങ്ങോട്ട് കടന്നു വന്നത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഞാൻ പറഞ്ഞയച്ചിട്ടില്ല എന്നർത്ഥം അല്ലേ. ജിന്ദഗി മിലി തീ പരോം കോ ഖാം ആനെ ലിയേ ദിൻ രാത് ഗുസർ ഗയി കാഗസ് കേ ടുക്ഡേ കമാനെ ലിയേ. പരിശുദ്ധ തമ്പുരാനെ നീ എനിക്ക് ജീവിതം തന്നത് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ, എൻ്റെ അയൽപ്പക്കക്കാരൻ്റെ ദുരവസ്ഥകളെ കാണാൻ, എൻ്റെ നാട്ടുകാരൻ്റെ ദുര്യോഗങ്ങളെ കണ്ടറിയാൻ, വിഷമിച്ചു കൊണ്ടിരിക്കുന്നവൻ്റെ വിഷമങ്ങളെ തീർക്കാൻ. ആർത്തസ്വരം കേട്ടൊരു കാതു കാരുണ്യമാർന്നീടിന ദൃഷ്ടി സാന്തോക്തിയോതീടിന ജിഹ്വ സാധുക്കളെ താങ്ങീടിന ബാഹു ഉല്ലാസം ഉൾക്കൊണ്ടുയര പറക്കുമരോമന പൈങ്കിളി നമ്മെ നോക്കി ചെവിക്കുരുന്നിൽ തെളിതേൻ തെളിക്കും സ്വതന്ത്ര സംഗീതമുരത്തിടുന്നു. അല്ലാഹു സർവനാഥനായ തമ്പുരാൻ നമ്മളെ എന്തിനാണ് ദുനിയാവിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്? ഒരു ജലപ്രളയം വന്നപ്പോൾ നമ്മൾ ആരാണെന്ന് അല്ലാഹു നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഒരു പ്രളയം, ഒരു പേമാരി, ഒരു ഉരുൾപൊട്ടൽ, ഒരു മരവെള്ളപ്പാച്ചിൽ, ഒരു ഭൂകമ്പം, ഒരു സുനാമി. എത്ര പെട്ടെന്നാണ് മനുഷ്യൻ ചെറുതായി പോയത്, എത്ര പെട്ടെന്നാണ് മറ്റു ജീവികൾ വലിയവരായി പോയത്, എത്ര പെട്ടെന്നാണ് നക്ഷത്രങ്ങളിലേക്ക് കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ബലഹീനനാണ് എന്ന് ശാസ്ത്രലോകം വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നത്. ആലുവയിലെ അഭയാർത്ഥി ക്യാമ്പിൽ പോയപ്പോൾ കണ്ടുപോയി, അവിടെ ഉന്നതനും താഴ്ന്നവനും മേലാളനും കീഴാളനും, മുതലാളിയും തൊഴിലാളിയും, പണ്ഡിതനും പാമരനും, അവർണനും സവർണനും എല്ലാവരും ഒറ്റ ടെന്റിലാണ് കിടക്കുന്നത്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അഭയാർത്ഥി ക്യാമ്പിൽ, ദുരിതാശ്വാസ ക്യാമ്പിൽ പ്ലാസ്റ്റിക്കിന്റെ പ്ലേറ്റ് പിടിച്ചിട്ട്, ഡിസ്പോസിബിൾ പാത്രം പിടിച്ചിട്ട് അന്യൻ വിളമ്പിത്തരുന്ന ചോറിന് വേണ്ടി ക്യൂ നിന്നവന്റെ കൂട്ടത്തിൽ രമ്യഹർമ്മങ്ങളിൽ ജീവിച്ച മുതലാളിയുണ്ടായിരുന്നു, ചെറ്റക്കുടിലുകളിൽ താമസിച്ച തൊഴിലാളിയുണ്ടായിരുന്നു. അതുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിന്റെ അകങ്ങളിൽ BPL APL സിസ്റ്റം പോലുമില്ല. അവിടെ മനുഷ്യനെയാണ് ഞങ്ങൾ കണ്ടുപോയത് എന്ന് കണ്ടവർ സാക്ഷി പറയുകയാണ്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. പൂന്താനം നമ്പൂതിരിപ്പാടിന്റെ കവിതയാണ്. പൂന്താനം നമ്പൂതിരിപ്പാട് ലോകത്തോട് പട പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞുപോയി. പക്ഷേ ആ കവിത ഇന്നും നമ്മുടെ മുമ്പിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഈ ഒരു മാസം മുമ്പ് 1.5 മാസം മുമ്പ് നമ്മുടെ മുമ്പിലൂടെ കടഞ്ഞുപോയ ഒരു പ്രളയം നമ്മളെ എന്താണ് പഠിപ്പിച്ചു പോയത്? You have your two-wheeler, but you couldn't drive it. നിന്റെ വീട്ടിന്റെ ഷെഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ബൈക്ക് നിന്റെ വീട്ടിലുണ്ട്, പക്ഷേ അത് ഓടിക്കാൻ നിനക്ക് സാധ്യമല്ല. യു ഹാവ് യുവർ കാർ, നിന്റെ 4-വീലർ നിന്റെ വീടിന്റെ ഷെഡിൽ പാർക്ക് ചെയ്ത് കിടക്കുകയാണ്. ബട്ട് യു കുഡിന്റ് ഡ്രൈവ് ഇറ്റ്, അത് ഓടിച്ചു പോകാൻ നിനക്ക് സാധ്യമല്ല. കാരണം വീടിന്റെ ഷെഡ് കഴിഞ്ഞിട്ട് 1-ാം നിലയിലേക്ക് പുഴ അതിൻ്റെ നാവ് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്, പ്രളയം കടന്നു വന്നിരിക്കുകയാണ്. യു ഹാവ് യുവർ ATM കാർഡ്, നിന്റെ കയ്യിൽ 1 ലക്ഷവും 1.5 ലക്ഷവും ബാങ്കിൽ ബാലൻസ് ഉള്ള ആ പൈസ ഞൊടിയിടയിൽ എടുക്കാൻ സാധ്യമാകുന്ന സാങ്കേതിക സംവിധാനമായ ATM കാർഡ് നിന്റെ പോക്കറ്റിലെ പേഴ്സിൽ കിടക്കുകയാണ്. ബട്ട് ദർ ഈസ് നോ ATM മെഷീൻ. പക്ഷെ ക്യാഷ് എടുക്കാനുള്ള ATM മെഷീൻ അത് വെള്ളത്തിന്റെ ചൂട്ടിലാണ് സഹോദര. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചു പോയി, ലൈഫ് ഈസ് നോട്ട് ഏർണിംഗ് മണി. ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് സമ്പാദനമല്ല, അതിൻ്റെ അപ്പുറത്ത് സ്നേഹത്തിൻ്റെ സമ്പാദനം, അതിൻ്റെ അപ്പുറത്ത് മനുഷ്യത്വത്തിൻ്റെ സമ്പാദനം, അതിൻ്റെ അപ്പുറത്ത് അയൽപക്കത്തിൻ്റെ സമ്പാദനം. ഒരു ഇരുട്ടിലേക്ക് നമ്മൾ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. 6-ാം നൂറ്റാണ്ടിലേക്ക് പുതിയ ലോകം തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ അന്ധകാരത്തെ പോലെ പുതിയ അന്ധകാരം, ഏകോദര സഹോദരനെ കാണാൻ കഴിയാത്ത അന്ധകാരം, മദ്യം കൊണ്ട് മത്ത് പിടിച്ചു പോയ അന്ധകാരം, അയൽപ്പക്കക്കാരൻ്റെ ദുരിത പർവ്വങ്ങൾ അവൻ താണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വിഷമങ്ങളെ തീർക്കാൻ പണം കൊടുത്തിട്ട് അവനെ സഹായിക്കാനുള്ള ചർച്ച നടക്കാതെ പോകുന്ന അന്ധകാരം. മാതാവിൻ്റെ വിഷമഘട്ടങ്ങളിൽ മാതാവ് എത്തിയപ്പോ പൊന്നുമ്മയുടെ മരുന്ന് തീർന്നു പോയ കഥ പോലും മക്കൾക്കിടയിൽ ചർച്ചയാവാത്ത കുടുംബത്തിന്റെ അകത്തളത്തിൽ വിരുന്നു വന്ന അന്ധകാരം. പിതാവ് ഒടിഞ്ഞു തൂങ്ങിയ കസേലയിൽ ചമ്പ്രം പടിഞ്ഞ് ഉമ്മറത്തെണ്ണയിൽ രക്തം ഛർദിച്ച് കിടന്നുകൊണ്ടിരിക്കുമ്പോ ആ പിതാവിനെ ആതുരാലയത്തിലേക്ക് കൊണ്ടുപോകാൻ സമയം ലഭിച്ചു പോവാത്ത മക്കളുടെ ജീവിതത്തിന്റെ തിരക്കിന്റെ അന്ധകാരം. അവിടെ മക്കളെ നോക്കാൻ നേരമില്ലാതെ ആയി പോയിരിക്കുകയാണ്. അവസാനം ഈ തിരക്കൊക്കെ തീരും, നമ്മൾ അല്ലാഹുവിനോട് പറയും, സിന്ദഗി മിലി തീ പരോം കോ കാം ആനെ ദിയേ. അല്ലാഹുവേ, നീ എനിക്ക് ജീവിതം തന്നിരുന്നത് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ, എൻ്റെ അയൽപ്പക്കക്കാരനെ സഹായിക്കാൻ, എൻ്റെ നാട്ടിൽ ദുരവസ്ഥ പേറിക്കൊണ്ടിരിക്കുന്നവന് ആശ്വാസം കൊടുക്കാൻ, പാവപ്പെട്ട ദരിദ്രനാരായണനായ മനുഷ്യന്റെ വറച്ചട്ടിയിലേക്ക് എന്തെങ്കിലും തൊട്ട് നാണയങ്ങൾ എറിഞ്ഞു കൊടുത്തിട്ട് ഒരു നേരത്തെ അന്നത്തിന് അവന് വകവെച്ചു കൊടുക്കാൻ. ആരാണ് മനുഷ്യത്വത്തെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർ? ആരാണ് മനുഷ്യത്വത്തിന് വേണ്ടി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നവർ? Two starving kids sitting on the side of road weren't given even a piece of bread. വഴിയരികിലൂടെ നമ്മൾ തിരക്ക് പിടിച്ച യാത്രയിൽ കാറിലും ബൈക്കിലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ തമിഴ്നാട്ടുകാരിയായ 25 വയസ്സുകാരി പെണ്ണിന്റെ മകൻ, 2.5 വയസ്സുള്ള 3.5 വയസ്സുള്ള കുഞ്ഞുമോൾ ഒരു ചട്ടിപ്പാത്രം കയ്യിലെടുത്തിട്ട് നാദാപുരത്തിന്റെ ഹൈവേയുടെ ഓരത്ത്, കുറ്റ്യാടിയുടെ റോഡിന്റെ വക്കത്ത്, വടകര നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഇരുന്നിട്ട് അരികിലൂടെ നടന്നു പോകുന്ന മനുഷ്യന്മാരുടെ മുമ്പിലേക്ക് ചറപറ എന്ന ശബ്ദം മുഴക്കുന്ന പിച്ചച്ചട്ടി നീട്ടിക്കൊടുക്കുമ്പോ വേറിന്റെ ഗിവൺ ആ കുട്ടിയുടെ ചട്ടിപ്പാത്രത്തിലേക്ക് നൽകപ്പെടുന്നില്ല. ഈവൻ എ പീസ് ഓഫ് ബ്രെഡ്. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ദരിദ്രനാരായണനായ കുഞ്ഞിമോൻ, നമ്മളവനൊരു ഓമനപ്പേര് കൊടുത്തിരിക്കുകയാണ്, അണ്ണാച്ചിയുടെ പുത്രൻ എന്ന്. ഓലമേഞ്ഞ വീട്ടിലല്ല അവൻ കിടക്കുന്നത്. ഇതുപോലെയുള്ള ഒറ്റ ടാർപ്പായയുടെ കഷ്ണത്തെ 2 സൈഡിലേക്ക് വകഞ്ഞു മാറ്റിയിട്ട് അമ്മയുടെ മാറിടത്തിന്റെ ചൂട് കൊണ്ടിട്ട് 1.5 വയസ്സുകാരൻ നമ്മുടെ വീടിന്റെ, നമ്മുടെ നാടിന്റെ ഏതെങ്കിലും നടുറോഡിന്റെ സൈഡിൽ കിടക്കുമ്പോ തിരിഞ്ഞു നോക്കാൻ നമുക്ക് നേരമുണ്ടാകാറില്ല.
ഇശാമഗ്രിബിന്റെ ഇടയിൽ നമ്മളൊക്കെ കല്ലാച്ചി അങ്ങാടിയിലേക്ക് പോകുമ്പോ, പെരിങ്ങത്തൂരങ്ങാടിയിലേക്ക് പോകുമ്പോ, കുഞ്ഞിപ്പള്ളിയിലേക്ക്, മാഹിയിലേക്ക്, വടകരയിലേക്ക് നമ്മൾ പോകുമ്പോ നമ്മുടെ ഭാര്യയുടെ സെൽഫോൺ എടുത്തിട്ട് നമ്മുടെ കുഞ്ഞുമോൻ നമുക്ക് വിളിച്ചു പറയുകയാണ്, ഉപ്പാ തിരിച്ചു വരുമ്പോ ബ്രോസ്റ്റ് കൊണ്ടുവരണം, ഉപ്പാ തിരിച്ചു വരുമ്പോ ഷവർമ കൊണ്ടുവരണം ഉപ്പാ എന്ന് പറയുന്ന മക്കളുടെ ശബ്ദം അപ്പുറത്ത് കേൾക്കുന്നുണ്ട്. തമിഴ്നാട്ടുകാരനായ 2.5 വയസ്സുള്ള കുഞ്ഞുമോൻ അവൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ആ നേരത്ത് പറയുന്ന ദാരുണമായൊരു വർത്തമാനുണ്ട്. അച്ഛാ, ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് പച്ചവെള്ളത്തിൽ കുത്തി തിന്നാമായിരുന്നു. വിശപ്പിൻ്റെ ആഴം അറിഞ്ഞ കുഞ്ഞുമക്കളെ നോക്കാൻ പഠിപ്പിച്ച മതാണ് ഇസ്ലാം. ആ ഇസ്ലാമിൽ മുസ്ലിങ്ങളായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ two starving kids sitting on the side of road weren't given, ആ കുട്ടികൾക്ക് നൽകപ്പെടുന്നില്ല even a piece of bread. നമ്മൾ ചവച്ചു തുപ്പിയ ഒരു റൊട്ടിയുടെ കഷ്ണം പോലും ദരിദ്ര പരവശനായ പാവപ്പെട്ടവന്റെ വറച്ചട്ടിയിലേക്ക്, പിച്ചച്ചട്ടിയിലേക്ക് നൽകപ്പെടുന്നില്ല. but a framework of them, ആ കുട്ടിയുടെ ഫോട്ടോ ആരെങ്കിലും ഒന്ന് ക്യാൻവാസിൽ വരച്ചു കഴിഞ്ഞാൽ, ആർട്ടിസ്റ്റ് നമ്പൂതിരിയോ MS ഹുസൈനോ ആ ദരിദ്ര പരവശനായ കുഞ്ഞിന്റെ ഫോട്ടോ ഒരു കവർ ഫ്രെയിമിൽ, ഒരു സ്നാപ്പിൽ ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് സാഹിബ് കേരളത്തിലേക്ക് ടൂർ വരുമ്പോ ഈ കുട്ടിയുടെ ചിത്രീകരിച്ച ഫോട്ടോ കൊണ്ടുപോകും. സോൾഡ് ഫോർ lakhs of rupees, ലക്ഷക്കണക്കിന് രൂപക്ക് വിലക്ക് വാങ്ങും. കേരളത്തിലെ ദാരിദ്ര്യം, കേരളത്തിന്റെ ദുരവസ്ഥ, കേരളത്തിന്റെ തെരുവീതികളിലൂടെ പിച്ച തെണ്ടിക്കൊണ്ടിരിക്കുന്ന 2.5 വയസ്സുകാരന്റെ ദാരുണമായ ഫോട്ടോ എന്ന് പറഞ്ഞ് അമേരിക്കക്കാരനായ സായിപ്പിനെ തന്റെ നാട്ടിൽ കൊണ്ടുപോയി പ്രചരിപ്പിക്കാൻ അവന് വേണമെങ്കിൽ ഈ പിച്ചച്ചട്ടി കയ്യിലെടുത്ത കുഞ്ഞുമോന്റെ ഫോട്ടോ വാങ്ങിയേക്കാം. ഫോർ lakhs of rupees, ലക്ഷക്കണക്കിന് രൂപക്ക് വാങ്ങിയേക്കാം. നമ്മൾ എന്ത് നേടി? നമ്മുടെ കുഞ്ഞിന്റെ വിശപ്പ് തീർന്നോ? ഇല്ല. അവിടെയാണ് ഒരു സഹാബി വന്നിട്ട് പരിശുദ്ധ റസൂലിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ, എപ്പോഴാണ് എൻ്റെ വിശ്വാസം പൂർത്തീകരിക്കപ്പെടുക നബിയേ? പരിശുദ്ധ റസൂൽ സഹാബിയോട് മറുപടി പറയുകയാണ്, ഹത്താ തുഹിബ്ബ ലി അഖീക് മാ തുഹിബ്ബു ലി നഫ്സിക, നിന്റെ ശരീരത്തിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം നിന്റെ സഹോദരന് വേണ്ടി കൂടി ഇഷ്ടപ്പെടുന്നത് വരെ നിന്റെ ഈമാൻ പൂർത്തീകരണത്തിലേക്ക് കടന്നുപോയിട്ടില്ല എന്ന് റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹോ മഹർ മേ തേരി റോശനി ബർറ ബഹർ മേ തേരി റോശനി हुई खत्म तुझसे पयंबरी नहीं तुझसे तेरे सिवा कोई न फसील है न महल सरा तेरे फुर्श भी वही बोरियाम तेरे जिस्म पाक पे एक कुबा व बितार तार है जा बजा 23 വർഷങ്ങളെ കൊണ്ട് പെണ്ണിന് മോചനം, 23 വർഷങ്ങളെ കൊണ്ട് അടിമയുടെ കൈകളെ ബന്ധനസ്ഥമാക്കപ്പെട്ടിരുന്ന ലോകത്തിന്റെ ഇരുമ്പ് ദണ്ടിന്റെ കയ്യാമങ്ങളെ പൊട്ടിച്ചെറിയുന്ന വിപ്ലവം, 23 സംവത്സരങ്ങളെ കൊണ്ട് പെണ്ണിന് സ്വാതന്ത്ര്യം, 23 സംവത്സരങ്ങളെ കൊണ്ട് കുഞ്ഞിന് കാരുണ്യം, 23 സംവത്സരങ്ങളെ കൊണ്ട് കറുത്തവനും വെളുത്തവനും ഒരു ജപമാലയിൽ കോർത്തിണക്കപ്പെട്ട മുത്തുമണികളെ പോലെയാണ് ഒരച്ഛനമ്മക്കു പിറന്ന മക്കൾ. ഓർത്താലൊരൊറ്റ തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്തു വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്ത മനുഷ്യവർഗം. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസ, ഞാൻ നിങ്ങൾക്ക് ജന്മം തന്നിരിക്കുന്നത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, എന്തിനാണ് പിന്നെ നിങ്ങളെ ഓരോ നാട്ടുകാരാക്കിയത്? എന്തിനാണ് പിന്നെ നിങ്ങളെ ഓരോ ഗോത്രങ്ങളാക്കിയത്, ഓരോ തറവാട്ടുകാരാക്കിയത്? ലിതആറഫു, നിങ്ങൾക്കിടയിൽ ഒരു പരസ്പര ധാരണ, തിരിച്ചറിവുണ്ടായി തീരാനാണ്. ആ തിരിച്ചറിവോടുകൂടെ ജീവിക്കേണ്ട മനുഷ്യകുലത്തിന്റെ ഇടയിലാണ് ഛിദ്രത. 23 വർഷങ്ങളെ കൊണ്ടാണ് സനാതന മൂല്യങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്. 23 വർഷങ്ങളെ കൊണ്ടാണ് തൊഴിലിന്റെ ധർമ്മങ്ങളുടെ മൂല്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത്. തൊഴിലാളിയുടെ ശരീരത്തിലെ വിയർപ്പ് കണങ്ങൾ പറ്റിപ്പോകുന്നതിന്റെ മുമ്പ്
യജമാനനായ ജന്മി അവന്റെ കയ്യിലേക്ക് അവന്റെ തൊടിലിന്റെ വിഹിതം വെച്ച് നീട്ടണം എന്ന പ്രഖ്യാപനം മുഴങ്ങുമ്പോ ലോകം കണ്ട ഒരു വലിയ പരിഷ്കർത്താവിനെ നമ്മൾ അറിയാതെ പരിചയപ്പെട്ടു പോവുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനത്തെ നമ്മളറിയാതെ പരിചയപ്പെട്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, സാലാർ കാരവാഹേ മീറേ ഹിജാസ് അപ്നാ ഉസ്നാം സേ ഹെ ബാക്കി നാമോ നിശാ ഹമാരാ. ആ പരിശുദ്ധ നായകനാണ് നമ്മുടെ ജീവിതത്തിന്റെ മുഹൂർത്തം. അതുകൊണ്ട് പരിശുദ്ധ റസൂലിനൊന്നുകൂടി മനസ്സിലാക്കണം, മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇപ്പോഴും പരിശുദ്ധ പ്രവാചകന്റെ വ്യക്തിത്വം ഇറങ്ങി ചെന്നിട്ടില്ല. സാധാരണക്കാരനായ ഒരു യുവാവിന്റെ ജീവിതത്തിലേക്ക് ആരായിരുന്നു എൻ്റെ നായകൻ എന്ന ആ നായകന്റെ വ്യക്തിത്വത്തിന്റെ പച്ചയായ അംശം ഇപ്പോഴും ഇറങ്ങി ചെന്നിട്ടില്ല. നമ്മൾ പരിശുദ്ധ റസൂലിനെ കരുതിയത് എങ്ങനെയാണ്? മദീന മുനവ്വറയുടെ മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിൽ ഇതുപോലെ കുപ്പായമിട്ട് ഇതുപോലെ തലപ്പാവ് ധരിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ ഖുതുബ നിർവഹിച്ച ഒരു ഖതീബാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഫത്തിന്റെ അഹ്ലുകാരായ മുതഅല്ലിമീങ്ങൾക്ക് ഇസ്ലാമിന്റെ ബാലപാഠങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത മുദർരിസാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന മുനവ്വറയിൽ ബിലാൽ മുഅദ്ദിനിന്റെ ബാങ്കുലി മുഴങ്ങും അല്പനിമിഷങ്ങൾക്ക് ശേഷം ഖദ് ഖാമത്തിസ് സ്വലാഹ് എന്ന നിസ്കാര നിർവഹണത്തിന്റെ വിളംബരം മുഴങ്ങുമ്പോ മിഹ്റാബിലേക്ക് ആയിരക്കണക്കിന് സഹാബികളുടെ ഇമാമായി മുന്നിട്ട് നിൽക്കുന്ന ഇമാമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ നമ്മൾ പരിചയപ്പെട്ടതാണ്. അതിൻ്റെ അപ്പുറത്തുള്ള പരിശുദ്ധ പ്രവാചകനെ പരിചയപ്പെടാൻ ഇപ്പോഴും മുസ്ലിം ജനസാമാന്യത്തിന്റെ ഭൂരിഭാഗ ആളുകൾക്കും സാധ്യമായിട്ടില്ല. മദീന മുനവ്വറയുടെ പ്രാന്തപ്രദേശത്ത് പച്ചമരം അന്യായമായി മുറിക്കപ്പെട്ടപ്പോ മരം മുറിക്കപ്പെട്ട സ്ഥലത്തേക്ക് സഹാബത്തിനെ കൊണ്ട് ധർണ നടത്തിയിട്ട് പരിസ്ഥിതിക്ക് വേണ്ടി ശബ്ദിച്ച ലോകത്തിന്റെ പരിഷ്കർത്താവായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വഴിയിലൂടെ ധർമ്മസമരത്തിന് വേണ്ടി പടയണി പോലെ യാത്ര നടത്തിക്കൊണ്ടിരുന്നപ്പോ ആ യാത്രക്കിടയിലാണ് വാനലോകത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന തള്ളപ്പക്ഷിയെ കണ്ടുപോയത്. ലോകത്തിന്റെ ആചാര്യനായ റസൂല് പറഞ്ഞുപോയി, ഈ തള്ളപ്പക്ഷിക്ക് എന്തോ ദുഃഖമുണ്ട്, അത് വളരെ താഴ്ന്നാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. സഹാബികളെ, ആ തള്ളപ്പക്ഷിയുടെ കുഞ്ഞു പൈതൽ എവിടെയോ നഷ്ടപ്പെട്ടതാണ്. അതിന്റെ തൂവൽ പോലും മുളക്കാത്ത മക്കളെ നഷ്ടമായിട്ടുണ്ട്. അതിന്റെ കരച്ചിലിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അതാണ്. അതുകൊണ്ട് മുഹമ്മദ് യാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. ഈ വട്ടമിട്ട് അസ്വസ്ഥയായി പറന്നുകൊണ്ടിരിക്കുന്ന തള്ളമാതാവിന് അതിന്റെ തൂവൽ പോലും മുളക്കാത്ത കുഞ്ഞു പൈതലിനെ തിരിച്ചു കൊടുക്കാതെ മുഹമ്മദ് യാത്ര തുടരുന്ന പ്രശ്നമില്ല എന്ന് മടലാരണ്യത്തിന്റെ മടിത്തട്ടിൽ ഒരു മിണ്ടാ പ്രാണിക്ക് വേണ്ടി ശബ്ദിച്ച നായകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം സ്വഹാബികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പട്ടാളക്കാരെ പോലെ തിരയുകയാണ്, സൈന്യങ്ങളെ പോലെ തിരയുകയാണ്. 4 ഭാഗത്തേക്കും ഒരു പക്ഷിയുടെ കുഞ്ഞിനെ തെരഞ്ഞിട്ട് സഹാബികൾ യാത്ര പോവുകയാണ്. ഒരു സഹാബിക്ക് കിട്ടിപ്പോയി. ഒരു ചെറുപ്പക്കാരനായ കുഞ്ഞുമോന്റെ കയ്യിലുണ്ട് പക്ഷിയുടെ കുഞ്ഞ്. ആ മോനെ പിടിച്ചുകൊണ്ട് വന്ന് പരിശുദ്ധ നായകന്റെ ഹദറത്തിലേക്ക് കൊണ്ടുവരികയാണ്. കുട്ടിയോട് നബി തിരുമേനി ചോദിച്ചു, മോനെ, ആരാണ് ഈ തള്ളമാതാവിന്റെ പക്ഷിക്കുഞ്ഞിനെ പിടിച്ചു വെച്ചത്? വകതിരിവില്ലാത്ത ആ കുട്ടി പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാനാണ് പരിശുദ്ധ റസൂലേ. നബി തങ്ങളുടെ ശബ്ദം മാറി, പരിശുദ്ധ റസൂലിന്റെ കണ്ടമിടറി. അവിടുത്തെ കണ്ണുകളിൽ നിന്ന് തീക്കട്ട ജ്വലിക്കും പോലെ ജ്വലിച്ചു. അവിടുത്തെ കണ്ണുകൾ ചുവന്ന് തുടുത്തു. അവിടുന്ന് ശബ്ദിച്ചു, മോനെ, അരുത് മോനെ, അരുത് മോനെ. ഇതും ഭൂമിയുടെ അവകാശികളാണ്, ഇതും പ്രകൃതിയുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. ആ തള്ളപ്പക്ഷിക്കും ഒരു ഹൃദയമുണ്ട് എന്ന് എൻ്റെ പൊന്നുമോനെ നീ മനസ്സിലാക്കണം. നിന്റെ മാതാവിന്റെ മടിത്തട്ടിൽ നീ അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ, നിന്റെ മാതാവിന്റെ മടിത്തട്ടിൽ നിന്ന് കൊള്ളക്കാര് വന്ന് നിന്നെ റാഞ്ചിക്കൊണ്ടുപോയാൽ
നിന്നേക്കാൾ നൊന്തു പോവുക നിന്റെ ഉമ്മയുടെ മനസ്സാണ്ടാ കുഞ്ഞുമോനെ. നീ പിടിച്ചു വെച്ച തള്ളപ്പക്ഷിയുടെ കുഞ്ഞു പൈതലിനേക്കാൾ വലിയ വിഷമം വാനലോകത്ത് വട്ടമിട്ട് പറക്കുന്ന തള്ളമാതാവിന്റെ ഹൃദയത്തിലുണ്ട്. തിരിച്ചു കൊടുക്കടാ അതിന്റെ കുഞ്ഞിനെ, ആ മാതാവിന്റെ മുമ്പിൽ വെക്കടാ തൂവല് മുളക്കാത്ത കുഞ്ഞു പക്ഷിയെ. ഈ കുട്ടി കരയാൻ തുടങ്ങി. ആരാണ് ശാസിച്ചത്? ആരാണ് വിമർശിച്ചത്? ആരാണ് ഈ കുട്ടിയെ ഉപദേശിച്ചത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ കുഞ്ഞു പൈതലിനെ അവിടെ വെക്കുകയാൻ. തള്ളപ്പക്ഷി കടന്നു വരികയാൻ. അതിൻ്റെ 2 ചിറകുകൾ നിവർത്തിയിട്ട് തൻ്റെ കുഞ്ഞിന് അഭയം കൊടുക്കുകയാൻ. ഈ രംഗം കണ്ടപ്പോൾ പരിശുദ്ധ റസൂൽ കരയാൻ തുടങ്ങി. സഹാബികൾ ചോദിക്കുകയാൻ, മാ അബ്കാക യാ റസൂലല്ലാഹ്, പരിശുദ്ധ നബിയേ എന്തിനാണ് അങ്ങ് വിതുമ്പിപ്പോയത്? പരിശുദ്ധ റസൂൽ പറഞ്ഞു, എൻ്റെ മാതാവ് എന്നോട് കാണിച്ച വാത്സല്യത്തെയാണ് ഞാൻ ഇവിടെ ഓർക്കുന്നത്. ഒരു സർവകലാശാലയുടെ വരാന്ത പോലും കയറാത്ത, ഒരു മദ്രസയുടെ ക്ലാസ്സിൽ പോലും കയറാത്ത ഈ തള്ളപ്പക്ഷിക്ക് എങ്ങനെയാണ് അതിൻ്റെ കുഞ്ഞിനെ മാറോട് ചേർക്കാനുള്ള ബോധമുണ്ടായത്? കുഞ്ഞിന് വേണ്ടി എങ്ങനെയാണ് തള്ളമാതാവ് നൊമ്പരപ്പെട്ടു പോയത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉല്ലാസം ഉൾക്കൊണ്ടുയരപ്പറക്കും ഓരോമനപ്പൈങ്കിളി നമ്മെ നോക്കി ചെവിക്കുരുന്നിൽ തെളിതേൻ തെളിക്കും സ്വതന്ത്ര സംഗീതമുരത്തിടുന്നു. അത് പ്രകൃതിയുടെ താളവാൻ. ആ പരിശുദ്ധ റസൂലിനെ നമ്മൾ പഠിച്ചോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനലൈസ് ചെയ്തോ? അത് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ആയിഷ ബീവി വന്നിട്ടൊരു ദിവസം കുറുമ്പ് കാണിക്കുകയാണ്. നബിയേ, എനിക്ക് അങ്ങയോട് എന്തോ ഒരു വാശിയുണ്ട് എന്ന് ഭാര്യയായ ആയിഷ ബീവി ദേഷ്യത്തോടുകൂടെ പരിശുദ്ധ റസൂലിന്റെ മുമ്പിൽ സംസാരിക്കുകയാണ്. ഇനി ഞാൻ പിണക്കത്തിലാണ് എന്ന് ആയിഷ പരിശുദ്ധ ഭർത്താവായ നബി തിരുമേനി ഒന്നാമത്തെ ദിവസം മനക്കെട്ടു. ആയിഷ ബീവിക്ക് കുലുക്കമില്ല. രണ്ടാമത്തെ ദിവസം അടുക്കളയിലേക്ക് പോയി. ആയിഷ ബീവിക്ക് മിണ്ടാട്ടമില്ല. പിന്നെ ദുഃഖിതനായി മദീനയുടെ പള്ളിയിൽ ഇരിക്കുന്ന റസൂലിനെയാണ് സ്വഹാബികൾ കാണുന്നത്. എന്തേ നബിയെ ഒരു ദുഃഖം എന്ന് അടുത്ത് ഇടിക്കുന്ന ശിഷ്യന്മാര് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന മറുപടി ലോകത്തിന്റെ ജേതാവാണ് പറയുന്നത്, ലോകത്തിന്റെ നേതാവാണ് പറയുന്നത്. എൻ്റെ ദുഃഖം എൻ്റെ ആയിഷയുടെ ദുഃഖമാണ്. 2 ദിവസമായി എൻ്റെ ആയിഷ എന്നോട് പിണക്കത്തിലാണ്. ആയിഷ എന്തുകൊണ്ടാണ് മിണ്ടാതെ പിണങ്ങിപ്പോയത് എന്ന് പിടുത്തം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഫീലിംഗ് ഉണ്ടായത് എന്ന് മദീനയുടെ പള്ളിയുടെ ചെരുവിൽ വന്നിട്ട് കാരണം ചോദിച്ച ശിഷ്യനോട് മറുപടി പറഞ്ഞു പോയ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നായകന്റെ ചരിത്രത്തിലൂടെ നമ്മൾ പഠിച്ചോ? അവസാനം സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അടുത്തുള്ള ഒരു ശിഷ്യന്റെ അടുക്കൽ പോയിട്ട് പറയുകയാണ്, സഹോദരാ, നിന്റെ പോക്കറ്റിൽ കുറച്ച് ദീനാറുകളുണ്ടോ? എന്തിനാണ് നബിയെ? അങ്ങേക്ക് തരാൻ ഞാൻ സന്നദ്ധനാണ്. പരിശുദ്ധ റസൂൽ അത് വാങ്ങിയിട്ട് പറയുകയാണ്, എൻ്റെ പിണങ്ങിപ്പോയ ആയിഷയെ ഒന്ന് ഇണക്കാനാൻ. പൈസ കൊടുത്തിട്ടാണോ നബിയെ? പണം കൊടുത്തിട്ടാണോ നബിയെ? അല്ല സഹോദര, ആ കടയിൽ പോയിട്ട് എൻ്റെ ആയിഷക്ക് ഇഷ്ടപ്പെട്ട ഒരു മധുര പലഹാരം ആ കടയിലുണ്ട്, അവിടെ പോയിട്ട് അത് വാങ്ങാനാണ്. അത് എൻ്റെ ആയിഷക്ക് പൊതിഞ്ഞു കൊണ്ടുപോയി കൊടുക്കാനാണ്. പരിശുദ്ധ റസൂല് കടയിൽ പോയി കടം വാങ്ങിയ ദിർഹമ കൊണ്ട് മധുര പലഹാരം വാങ്ങി അതൊരു പേപ്പറിൽ പൊതിഞ്ഞ് ആയിഷ ബീവിയുടെ അടുക്കളയിലേക്ക് സന്തോഷത്തോടുകൂടെ കടന്നു പോവുകയാണ്. ആ പലഹാരം പൊതിയിൽ നിന്നൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. പാത്രത്തിൽ പലഹാരം ഒരു കയ്യിൽ പിടിച്ച് പിണങ്ങി നിൽക്കുന്ന, ദേശത്തോടുകൂടെ കുറുമ്പ് കാണിച്ചിട്ട് പിണങ്ങി നിൽക്കുന്ന ആയിഷ ബീവിയുടെ അടുക്കലേക്ക് പോയിട്ട് പരിശുദ്ധ റസൂല് പറഞ്ഞു, ഇതാ ആയിഷ, നിനക്കൊരു സമ്മാനം, ഇത് നീ ഇഷ്ടപ്പെടുന്ന പലഹാരമാണ് എന്നത് മനസ്സിലായപ്പോ ഞാൻ അങ്ങാടിയിൽ പോയി കൊണ്ടുവന്നതാണ് ആയിഷ. ആയിഷ ബീവിയുടെ ഭാവം മാറിയോ? ഇല്ല. അതേ വാശിയിലാണ്, അതേ വീറിലാണ്, അതേ ദേഷ്യത്തിലാണ്, അതേ പിണക്കത്തിലാണ്. കുറുമ്പ് കാണിച്ച് ആയിഷ ബീബി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒറ്റ തട്ടാണ് തൻ്റെ കൈ കൊണ്ട്. പരിശുദ്ധ നബിയുടെ കയ്യിൽ നിന്ന് പാത്രം നിലത്ത് വീണില്ലേ? ആ പാത്രത്തിൽ നിന്ന് പലഹാരങ്ങൾ ചിതറിപ്പോയില്ലേ? നമ്മുടെയൊക്കെ അടുക്കളയിലാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? സങ്കല്പിക്കാൻ പറ്റുമോ? ഇല്ല.
പരിശുദ്ധ റസൂലുള്ളാന്റെ അടുക്കളയിൽ സംഭവിച്ചത് സങ്കല്പിക്കുമ്പോഴാണ് കരച്ചിൽ വരിക. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂൽ അവിടെ ഇരിക്കുകയാണ്. പുണ്യഭൂമാന്റെ ആ പരിശുദ്ധ കയ്യുകളെ കൊണ്ട് അടുക്കളയുടെ നിലത്ത് ആയിഷ ബീവി തട്ടിമാറ്റിയ പാത്രത്തിൽ നിന്ന് ചെതറിത്തെറിച്ചു വീണുപോയ പലഹാരത്തിന്റെ കഷ്ണങ്ങളെ പരിശുദ്ധ നായകന്റെ പുണ്യം മാത്രം ചെയ്ത കരങ്ങളെ കൊണ്ട് പെറുക്കിയെടുക്കുകയാണ്. ഏതാണ് ആ കയ്യ്? വനബഅ മിൻ ബൈനി അസാബിഇഹിൽ മാ. യുദ്ധവേളയിൽ വെള്ളം തീർന്നപ്പോ കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, വുളൂ ചെയ്യാൻ വെള്ളമില്ല. അവിടെയാണ് പരിശുദ്ധ റസൂലുള്ളാന്റെ മുഅ്ജിസത്ത് രൂപപ്പെട്ടത്. രണ്ട് വിരലുകൾക്കിടയിൽ നിന്ന് സുനാമി തിരമാലകളെ പോലെ ജലപ്രവാഹം കൊടുമ്പിരി കൊണ്ടിട്ട് കടന്നു വരികയാണ്. നയാഗ്ര വെള്ളച്ചാട്ടത്തെ പോലെ കടന്നു വന്ന ജലപ്രവാഹത്തിൽ നിന്നാണ് ഞങ്ങൾ കുളിച്ചത്, ഞങ്ങൾ കുടിച്ചത്, ഞങ്ങൾ വുളൂ എടുത്തത്, ഞങ്ങൾ ദാഹം ശമിപ്പിച്ചത്, ഞങ്ങളുടെ ഒട്ടകങ്ങൾ പോലും വെള്ളം മോന്തി കുടിച്ചത്. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബ മിൻ ബൈന സാബിഇൻ നബിയിൽ മുത്തബ യലീഹി മാഉ കൗസരിൻ വസംസമു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പവിത്രമായ ബറക്കത്തുള്ള വെള്ളം ഏതാണ്? അത് സംസമല്ല, അത് നാളെ നമ്മൾ കുടിക്കാൻ പോകുന്ന ഹൗദുൽ കൗസർ പോലുമല്ല. യുദ്ധവേളയിൽ വെള്ളമില്ലാതെ വിഷമിച്ച സഹാബികൾക്കിടയിൽ രണ്ട് വിരലുകളെ ഇങ്ങനെ നിവർത്തിയിട്ട് പരിശുദ്ധ പൂമാന് കാണിച്ച മുഅ്ജിസത്തിൽ നിന്ന് പ്രവഹിച്ചു പോയ നയാഗ്ര വെള്ളച്ചാട്ടത്തെ പോലും തോൽപ്പിക്കുന്ന ഒരു വെള്ളച്ചാട്ടം അറേബ്യയുടെ മണരാരണ്യത്തിന്റെ രാജകുമാരന്റെ വിരലിന്റെ ഇടയിൽ നിന്ന് ഒരു പ്രവാഹം പോലെ കടന്നു വന്നിട്ടുണ്ട്. അത് കുടിക്കാൻ ഭാഗ്യം ലഭിച്ച സഹാബികൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. അത് പാനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച കണ്ടനാളത്തിന്റെ ഉടമകൾ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യരാണ് എന്ന് ചരിത്രം പറയുകയാണ്. കാരണം സംസം വെള്ളം പോലും ആ വെള്ളത്തിന്റെ ബാക്കിലാണ്. നാളെ ഹൗദുൽ കൗസർ പോലും പരിശുദ്ധ നബിയുടെ വിരലുകൾക്കിടയിലൂടെ പ്രവഹിച്ചു പോയ ജലധാരയുടെ പിന്നിലാണ്. പരിശുദ്ധിയുടെ വിഷയത്തിൽ, സ്ഥാനത്തിന്റെ വിഷയത്തിൽ, ബറക്കത്തിന്റെ വിഷയത്തിൽ, ശിഫായിന്റെ വിഷയത്തിൽ അങ്ങനെയുള്ള ജലധാര പുറപ്പെടുവിച്ച അതേ കയ്യാൻ ആയിഷ ബീവിയുടെ അടുക്കളയിൽ നിലത്ത് ചിന്നിച്ചിതറിപ്പോയ പലഹാരത്തിന്റെ കഷ്ണങ്ങളെ അതേ കയ്യാണ് പെറുക്കിയെടുക്കുന്നത്. പരിശുദ്ധ റസൂലുള്ളാന്റെ മനസ്സിലേക്ക് ചിന്ത വന്നോ, ഞാൻ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരെ പടക്കാൻ കാരണക്കാരനാണ്, ഞാൻ ഈ ഭൂമി പടക്കാൻ കാരണക്കാരനാണ്, ഞാൻ ഈ ആകാശം പടക്കാൻ കാരണക്കാരനാണ്, ഞാൻ ഹിമാലയ സാനുക്കളെ പോലെയുള്ള നീലസാഗരത്തിന്റെ തിരമാലകളാകുന്ന അർണവമോജകളെ പടക്കാൻ കാരണക്കാരനാണ്, കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുടെ കാരണക്കാരൻ, നിലാവ് പരത്തിക്കൊണ്ടിരിക്കുന്ന അമ്പിളിയുടെ കാരണക്കാരൻ, ഉജ്ജ്വലമായി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യന്റെ കാരണക്കാരൻ, സുഗമമായി പുഷ്പിച്ചു കൊണ്ടിരിക്കുന്ന പുഷ്പത്തിന്റെ കാരണക്കാരൻ, ചിത്രശലഭത്തിന്റെ ചിറകടിയുടെ പിന്നിലെ കാരണക്കാരൻ, മർമ്മരം മുഴക്കി കടന്നു വരുന്ന കളകളാരവത്തിന്റെ കാരണക്കാരൻ, പക്ഷിയുടെ കളകൂജനത്തിന്റെ കാരണക്കാരൻ, ആകാശം എന്ന് പറയുന്ന നീലഗംഗയിൽ നിന്ന് ഭൂമി എന്ന് പറയുന്ന പരവതാനിയിലേക്ക് പെയ്തു വീണുകൊണ്ടിരിക്കുന്ന മഴയുടെ തുള്ളിയുടെ കാരണക്കാരൻ, ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. നബിയെ അങ്ങില്ലെങ്കിൽ ലോകമില്ല, പരിശുദ്ധ റസൂലെ അങ്ങില്ലെങ്കിൽ പ്രപഞ്ചമില്ല, പരിശുദ്ധ റസൂലെ അങ്ങില്ലെങ്കിൽ നീലസാഗരമില്ല, പരിശുദ്ധ നബിയെ അങ്ങില്ലെങ്കിൽ നീലമേലാപ്പില്ല, അള്ളാഹുവിന്റെ റസൂലെ അങ്ങില്ലെങ്കിൽ വിശാല വിസ്തൃതമായി കിടക്കുന്ന ഭൗമമണ്ഡലം പോലുമില്ല, നീലസാഗരമില്ല, ആ നീലസാഗരത്തിലൂടെ നീന്തി തുടിച്ചു കൊണ്ടിരിക്കുന്ന നീലത്തിമീങ്കലങ്ങളില്ല, ഭൂമിയുടെ ആണിയായി അള്ളാഹു സർവനാഥനായ തമ്പുരാൻ സംവിധാനിച്ചിരിക്കുന്ന പർവ്വതങ്ങളില്ല, ഒന്നുമില്ല. ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. അങ്ങില്ലെങ്കിൽ പ്രപഞ്ചം തന്നെ ഇല്ല. ആ ചിന്ത പരിശുദ്ധ റസൂലുള്ളാഹിന്റെ മനസ്സിലേക്ക് വന്നോ? ആയിഷ ബീവി പാത്രാണ്ട് തട്ടിമാറ്റിയപ്പോ ഇല്ല. പിന്നെന്താണ് വന്നത്? പരിശുദ്ധ റസൂൽ ആ പാത്രത്തിലേക്ക് ചെതറിപ്പോയ പലഹാരങ്ങൾ വീണ്ടും ശേഖരിക്കുകയാണ്. എന്നിട്ടെല്ലാം ഒരുമിച്ച് കൂട്ടിയതിൻ്റെ ശേഷം ആ പാത്രം അടുക്കളയുടെ ഒരു മൂലയിൽ വെക്കുകയാണ്.
എന്നിട്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറുമ്പ് കാണിച്ചിട്ട് പിണങ്ങി നിൽക്കുന്ന ആയിഷ ബീവിയുടെ അരികിലേക്ക് വീണ്ടും കടന്നു പോവുകയാണ്. ആയിഷ ബീവിയുടെ തോളത്ത് കൈ വെക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടും തീരാത്ത പിണക്കം എന്താണ് ആയിഷ? ഞാൻ കടം വാങ്ങി, ഞാൻ പലഹാരം വാങ്ങി, ഞാൻ പാത്രത്തിൽ ശേഖരിച്ചു, ഞാൻ നിനക്ക് വെച്ച് നീട്ടി, അപ്പം നീ തട്ടിമാറ്റി, ഒരു ഇണക്കമില്ല. എന്നിട്ടും തീരാത്ത പ്രശ്നം എന്താണ് ആയിഷ? സങ്കടം കൊണ്ടാണ് നിന്റെ ഭർത്താവ് ചോദിച്ചു പോകുന്നത്, തിരുത്തണമെങ്കിൽ തിരുത്താം. എത്ര ചെറുതായി സങ്കല്പിക്കാൻ കഴിയുമോ നമുക്ക്? അപ്പം ആയിഷ ബീബി റളിയല്ലാഹു അൻഹാന്റെ മനസ്സാണ്ട് മാറി. പരിശുദ്ധ റസൂലുള്ളാഹിന്റെ മാറിടത്തിലേക്ക് തലചായ്ച്ചിട്ട് ഇത്ര നേരം കുറുമ്പ് കാണിച്ച ആയിഷ ബീവി മഴ നനഞ്ഞ ആട്ടിൻകുട്ടിയെ പോലെ പൊട്ടി പൊട്ടി കരഞ്ഞു, തേങ്ങി തേങ്ങി കരഞ്ഞു. ആ ഭർത്താവും ആ ഭാര്യയും തമ്മിൽ ഒരാശ്ലേഷത്തിന് അറേബ്യൻ മണലാരണ്യത്തിൻ്റെ അടുക്കള സാക്ഷ്യം വഹിക്കാൻ. ഇതാണ് റൊമാൻറ്റിസിസം ഓഫ് കപ്പിൾസ്, ദമ്പതികളുടെ റൊമാൻറ്റിസിസം. ഇന്ന് റൊമാൻറ്റിസിസം നോവലിലാണ് കാണുന്നത്. ഇന്ന് റൊമാൻറ്റിക്കായിട്ട് ജീവിക്കുന്നത് പുതിയ പുതിയ ജനറേഷൻ കാണുന്നത് സിനിമകളിലാണ്, ഡ്രാമകളിലാണ്, ഡോക്യുമെൻ്ററികളിലാണ്, ആൽബത്തിലാണ്, ഫിലിമുകളിലാണ്. അതിനപ്പുറം ജീവിതത്തിൻ്റെ റൊമാൻറ്റിസിസം പഠിപ്പിച്ചു പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റൊമാൻറ്റിസിസത്തിൻ്റെ ഏറ്റവും വലിയ ഹദീസാണ് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത്, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ അഥവാ ദമ്പതികളെ, നിങ്ങളുടെ ദാമ്പത്യം, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞാലും ശരി, 15 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, 50 ആണ്ടിൻ്റെ നിറവിൽ നിങ്ങൾ ദാമ്പത്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ശരി, ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു ഭർത്താവും ഒരു ഭാര്യയും ഒറ്റക്കൊരു റൂമിൽ, ഒറ്റക്കൊരു അടുക്കളയിൽ, ഒറ്റക്ക് സിറ്റിങ്ങിൽ, ഒറ്റക്ക് ലിവിംഗ് റൂമിൽ, എവിടെയാണെങ്കിലും ശരി, ഇദാ നളറ ഇലൈഹാ, ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്കൊന്ന് സ്നേഹത്തിന്റെ നോട്ടം നോക്കി, ആ നേരത്തെ തന്നെ വനളറത് ഇലൈഹി, ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്കും സ്നേഹത്തിന്റെ ഒരു നോട്ടം നോക്കി. എന്നാൽ പരിശുദ്ധ റസൂല് പറയുകയാണ്, നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മാ, അവരെ രണ്ടുപേരെയും നോക്കാൻ അല്ലാഹു സർവനാഥനായ തമ്പുരാൻ മൂന്നാമനൊരാളായിട്ട് ആ ബെഡ്റൂമിലേക്ക്, ആ അറയിലേക്ക്, ആ മണിയറയിലേക്ക്, ആ അടുക്കളയിലേക്ക്, ആ സിറ്റ് ഔട്ടിലേക്ക്, ആ ഓഫീസ് റൂമിലേക്ക് കടന്നു വരുന്നതാണ്. മൂന്നാമനൊരാൾ അള്ളാഹു. എങ്ങനത്തെ നോട്ടാണ് അള്ളാഹു നോക്കുക? നദറത റഹ്മ, കാരുണ്യത്തിൻ്റെ നോട്ടാണ് പരിശുദ്ധ തമ്പുരാൻ നോക്കുക. മലക്കുകളോട് അള്ളാഹു പറയും, എൻ്റെ കരുണയുടെ നോട്ടം ഞാൻ ഒരാണിനും ഒരു പെണ്ണിനും കൊടുത്തു. മലക്കുകൾ ചോദിക്കും, ഇതെന്തിനാണ് പഠിച്ചോനെ? അവർ ദമ്പതികളാണ്, അവർ ദാമ്പത്യത്തിൻ്റെ ഊഷ്മളതയെ മനസ്സിലാക്കിയവരാണ്. അവരാരാണ് ഭാര്യ എന്ന് ഭർത്താവ് മനസ്സിലാക്കി, ആരാണ് ഭർത്താവ് എന്ന് ഭാര്യ മനസ്സിലാക്കി. അവർ രണ്ടുപേരും പരസ്പരം നിർനിമേഷരായി ഒന്ന് നോക്കി. എന്നാൽ മൂന്നാമതൊരാൾ കാരുണ്യത്തിന്റെ നോട്ടം നോക്കാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അല്ലാഹു സാലിസുഹുമാ, അവർ രണ്ടുപേരുടെയും മൂന്നാമൻ പരിശുദ്ധ തമ്പുരാനാണ്. എന്നിട്ട് ഈ ഹദീസ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ്, ഫഇദാ അഖദ ബികഫിഹാ, ആ നോട്ടത്തിന്റെ ഇടയിൽ കൂടെ ഭർത്താവ് ഭാര്യയുടെ കൈയൊന്ന് ചേർത്ത് പിടിച്ചുപോയി. ഇത് ഹദീസാണ്, ഇത് എൻ്റെ അഭിപ്രായമല്ല, ഇതൊരു റൊമാൻറ്റിക് നോവലല്ല, ഇത് പരിശുദ്ധ റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഇത് ജീവിതത്തിൽ പുലർത്തുമ്പോൾ പുണ്യം കിട്ടുന്ന കാര്യമാണ്. ഇത് ദാമ്പത്യത്തിന്റെ ആരോഗ്യകരമായ ഊഷ്മളതയാണ്. ഇത് കുടുംബ ബന്ധത്തിന്റെ ഭദ്രതയാണ്. ഇത് സാമൂഹ്യ ജീവിതത്തിന്റെ സുഭദ്രതയാണ്. ഇത് മക്കൾക്കിടയിൽ ആരാണ് ഉമ്മ, ആരാണ് ഉപ്പ എന്നതിന്റെ മാതൃകയാണ്. ഇത് പരിശുദ്ധനായ ഭർത്താവിന്റെ ഉദാത്ത സമ്പന്നമായ ജീവിതത്തിന്റെ രേഖയാണ്. ഇത് പരിശുദ്ധവതിയായ ഭാര്യയുടെ ഉദാത്ത സമ്പന്നമായ ജീവിതത്തിന്റെ കർമ്മരേഖയാണ്. ഫഇദാ അഖദ ബികഫിഹാ, ആ നോട്ടത്തിന്റെ കൂടെ ഭർത്താവ് ഭാര്യയുടെ കൈ തന്റെ കയ്യിന്റെ വിരലുകളിലേക്ക് ഒന്ന് ചേർത്ത് പിടിച്ചു പോയാൽ തസാഖതത് ദുനൂബുഹുമാ മിൻ ബൈനി അസാബിഹിമാ, അവർ രണ്ടുപേരുടെയും ദോഷം അവരുടെ കൈവിരലിന്റെ ഇടയിലൂടെ ഉതിർന്ന് വീഴുന്നതാണ്. എന്താണ് ആ പ്രയോഗം?
നബി തങ്ങളുടെ റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു ഇല്ലിസ്ട്രേഷൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഭാര്യ ഭർത്താവിൻ്റെ കയ്യിലേക്ക് തൻ്റെ കൈയൊന്ന് ചേർത്തിങ്ങോട്ട് പിടിക്കുന്ന സമയത്ത് അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഓഫർ, അത് സ്നേഹത്തിൻ്റെ കൂർത്തുപിടുത്തമാണോ? അത് സ്നേഹത്തിൻ്റെ പരിരംഭണമാണോ? അത് കാരുണ്യത്തിൻ്റെ ആലിംഗനമാണോ? അവർ രണ്ടുപേരും ജീവിതകാലത്ത് ചെയ്തു പോയ എല്ലാ ചെറിയ തെറ്റുകളും ആ കയ്യിനെ വേർപിരിക്കുന്നത് വരെ ഉതിർന്ന് വീഴുന്നതാണ്. എവിടെയാണ് വീഴുന്നത്? മിംബൈനി അസ്വാബിഹിമാ, അവർ രണ്ടുപേരുടെയും വിരലിന്റെ ഇടയിലൂടെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അല്ലാഹു അവരുടെ പാപങ്ങളെ കൊഴിച്ച് കളയുന്നതാണ്. വുളു എടുക്കാൻ വേണ്ടി പോകുന്നവനെ, ആണേ പെണ്ണേ, പരിപൂർണമായ വുളു നീ എടുക്കുമ്പോൾ നിന്റെ വുളുവിൻ്റെ വെള്ളത്തോടുകൂടെ നിന്റെ ചെറിയ പാപങ്ങൾ ഒരു കറുത്ത അടയാളമായി ഒഴുകിപ്പോകുന്നതാണ്. ആ കടുപ്പ് പ്രത്യക്ഷത്തിലുള്ള കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. ആ കറുപ്പ് ഔലിയാക്കന്മാർ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. ഒരു വലിയായ മനുഷ്യൻ വേറൊരു മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട്, ഹൗദിൽ വന്നിട്ട് വുളു എടുക്കുന്ന നേരത്തെ പറഞ്ഞു, നീ ആദ്യം പുറത്തു പോയി ഒന്ന് വുളു എടുത്തു വാ, ഈ ഹൗദിനെ മ്ലേച്ഛമാക്കാതിരിക്കാനാണ്. എന്തേന്ന് ചോദിച്ചപ്പോൾ വലിയ പറഞ്ഞു, നിന്റെ വുളുയിലൂടെ നിന്റെ കയ്യിൻ്റെ മുട്ടിൻ്റെ താഴ്ഭാഗത്തിലൂടെ നല്ല കട്ടക്കരി പോലെയുള്ള പാപങ്ങൾ ഇങ്ങനെ ഒലിച്ചു പോകുന്നത് അള്ളാഹു എൻ്റെ കൽബിൻ്റെ ഉള്ളിലേക്ക് തന്ന 2 കണ്ണുകളെ കൊണ്ട് ഞാൻ കണ്ടു. അതുകൊണ്ട് ഈ ഹൗദിനെ മ്ലേച്ഛമാക്കാതെ പുറത്തു പോയി വുളു എടുത്തിട്ട് രണ്ടാമത് വുളു എടുക്കാൻ ഇങ്ങ് വാടാ എന്ന് പറഞ്ഞിട്ട് നാടനായ മനുഷ്യനെ പുറത്തേക്ക് പറഞ്ഞു വിട്ട ഔലിയാക്കന്മാര് നമ്മുടെയൊക്കെ ഗ്രാമാന്തരങ്ങളിലൂടെ ജീവിച്ചവരാണ്. ഖുലൂബുല്ലാരി ഫീനലഹാ ഉയൂനോ തറമഹലാ യറഹുന്നാളിറൂന. ഔലിയാക്കന്മാരായ ആളുകളുടെ കൽബിന്റെ ഉള്ളിൽ 2 കണ്ണ് കൊടുത്തിട്ടുണ്ട് അല്ലാഹു. നമ്മുടെ കണ്ണ് എവിടെയാണ്? ഐനാനി ഫീ ളുഹ്രിഹി, നമ്മുടെ മുഖത്തുള്ള 2 കണ്ണാൻ. മുഖത്തുള്ള 2 കണ്ണിന്റെ പകരം അകത്ത് 2 കണ്ണ് കൊടുത്തിട്ടുണ്ട് ഔലിയാക്കന്മാർക്ക് പരിശുദ്ധ തമ്പുരാൻ. വൈനാനി ഫീ ജൗഫിഹി, മുഖത്തുള്ള കണ്ണിന്റെ കൂടെ അകത്ത് 2 കണ്ണ് കൂടി കൊടുത്തു. ആ കണ്ണ് കൊണ്ടാണ് കുതുബുസ്സമാൻ മമ്പുറത്തെ സയ്യിദ് അലവി തങ്ങൾ പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തൻ്റെ ചെറ്റക്കുടിലിൻ്റെ ഓലമേഞ്ഞ വീട്ടിൻ്റെ അകത്തിങ്ങനെ ഇരുന്നിട്ട് ദിക്ർ ചെല്ലണതിൻ്റെ ഇടയിലാണ് അവിടെ കൂടി ആൾക്കാരോട് തങ്ങൾ പാപ്പ പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് കടപ്പുറത്തേക്ക് വണ്ടിയുമായി ഓടിപ്പോകണം. എന്തേ തങ്ങൾ പാപ്പ? കടപ്പുറം ഒരുപാട് ദൂരെയാണ്, കടൽ ഒരുപാട് ദൂരെയാണ്, നമ്മൾ എങ്ങനെ അവിടെ എത്താനാണ്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ വൈകാതെ അവിടെ എത്തണം. കടപ്പുറത്തെ ഉന്നതിയിലുള്ള ഏറ്റവും തലപൊക്കമുള്ള ഒരു തെങ്ങിന്റെ മുകളിൽ കയറി ചൂട്ട് കെട്ടണം എന്ന് കുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ പറഞ്ഞില്ലേ? ആൾക്കാർ പോയില്ലേ? ഒരു വഫ്ദ് തന്നെ പോയി, ദൗത്യസംഘം പോലെ കടപ്പുറത്തെ തെങ്ങിന്റെ മുകളിൽ ചൂട്ട് കെട്ടാൻ. തങ്ങൾ പാപ്പ പറഞ്ഞതിന്റെ ഗുട്ടൻസ് പോയ ആൾക്കാർക്ക് പിടുത്തം കിട്ടിയോ? ഇല്ല. എന്തിനായിരുന്നു അത്? കടലിന്റെ കിലോമീറ്ററുകൾക്കപ്പുറത്ത് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളായ മുക്കുവന്മാര് അവര് ഉൾക്കടലിലാണ്, തിരമാലകളുടെ നടുത്തളത്തിലാണ്. ആ രാത്രിയാണെങ്കിൽ കൂരാകൂരിട്ടുള്ള രാത്രിയാണ്. അട്ടിയിലട്ടിയിലിരുളിരുളിന്മേൽ കട്ട പിടിച്ചൊരു പാതാളം, ഇല്ലൊരു തൈജസ കീടം കൂടിയും എല്ലാം ഇരുളാണിരുൾ മാത്രം, എല്ലാം ഇരുട്ടാൻ. അന്ധകാരമേ അന്ധകാരം, കടലിന്റെ അന്ധകാരം, രാത്രിയുടെ അന്ധകാരം, തിരമാലകളുടെ അന്ധകാരം. ആകാശത്തേക്ക് നോക്കിയാൽ ഒറ്റ നക്ഷത്രം പോലും കണ്ണ് ചിമ്മാത്ത രാത്രിയാണ്. ആകാശത്തേക്ക് നോക്കിയാൽ ഒരു അമ്പിളിയുടെ നിലാവ് പ്രഭ പരത്താത്ത രാത്രിയാണ്. മുകളിലും ഇരുട്ട്, താഴെയും ഇരുട്ട്, മുന്നിലും ഇരുട്ട്, പിന്നിലും ഇരുട്ട്, ചുറ്റുവട്ടങ്ങളിലും ഇരുട്ട്. അങ്ങനെ അട്ടിയിലട്ടിയിലിരുളിരുളിന്മേൽ കട്ട പിടിച്ചൊരു പാതാളം. ആ ഇരുട്ടിന്റെ ഉള്ളിൽ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഉൾക്കടലിൽ കിടക്കുന്ന മത്സ്യത്തൊഴിലാളിയുടെ മനസ്സിനെ വായിക്കാൻ ഓലമേഞ്ഞ വീട്ടിന്റെ ഉള്ളിൽ എത്രയോ ദൂരെ കിടക്കണ സയ്യിദ് കുതുബുസ്സമാൻ തങ്ങൾ പാപ്പാക്ക് ആരാണ് കാഴ്ച കൊടുത്തത്? അത് മുഖത്തുള്ള കണ്ണ് കൊണ്ടല്ല മമ്പുറത്തെ തങ്ങൾ പാപ്പ കണ്ടത്, അത് അകത്തുള്ള കണ്ണ് കൊണ്ടാണ്.
അടുത്ത പ്രഭാതത്തിൽ മത്സ്യത്തൊഴിലാളികൾ ചോദിക്കാണ്, ആരാണ് തെങ്ങിൻ്റെ മുകളിൽ ചൂട്ട് കെട്ടിയത്? അത് മമ്പറത്തെ തങ്ങൾ പാപ്പ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് ഇപ്പം കാണണം തങ്ങൾ പാപ്പാനെ. അവർ ചെന്നു കുതുബുസ്സമാന്റെ വീട്ടിലെത്തി, കാര്യങ്ങൾ തിരക്കി. നിന്റെ വിഷമങ്ങൾ അല്ലാഹു തആല എൻ്റെ ഹൃദയത്തിലെ കണ്ണിൽ കാണിച്ചു എന്ന് മറുപടി. അതാണ് ഐനാനി ഫീ ജൗഫിഹി, ഐനാനി ഫീ ജൗഫിഹി. അകത്ത് രണ്ട് കണ്ണ് വെച്ചിട്ട് നടന്ന ഒരുപാട് ജന്മങ്ങളൊക്കെ ഇതിലൂടെ പോയി. വബിഹിം യൻസറൂന വയുർസഖൂൻ. അവരെ കൊണ്ടൊക്കെയാണ് ഇപ്പം നമ്മളിങ്ങനെ ജീവിച്ചു പോണത്. അവർ ലോകത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ച ഏറ്റവും വലിയ അധ്യായമാണ് ലാ തൻസൗ അൽ അളീമതൈൻ. വളരെ ബേജാറുള്ള രണ്ട് സാധനങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഓടുന്നത്. ഔലിയാക്കന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് കേട്ടാൽ ബേജാറാണ്, കണ്ടാൽ അതിലേറെ ബേജാറാണ്. അതുകൊണ്ട് ദുനിയാവിൻ്റെ കാര്യം പറഞ്ഞ് വരുന്ന ആൾക്കാരോട് പറഞ്ഞു, അതിന് ദ്വാരക്കാൻ ഇന്ന കിട്ടൂല, വേറെ ആരെങ്കിലും അടുത്ത് പോയിട്ട് ദ്വാരുന്നോന്ന് ഇവർ പറഞ്ഞു. ഇവരെ ബേജാറെന്താണ്? അൽ അളീമതാനി, വളരെ പേടിപ്പെടുത്തുന്ന രണ്ട് സാധനങ്ങളാണ്. മൽ അളീമതൈൻ, എന്താണ് മൽ അളീമതാൻ? എന്താണ് നിങ്ങൾ പറഞ്ഞ അളീമതൈൻ? വളരെ വിഷമുള്ള ബേജാറുള്ള രണ്ട് കാര്യങ്ങൾ എന്താണ്? അപ്പൊ മറുപടി പറഞ്ഞു, അൽ ജന്നത്തു വന്നാർ. ഒന്ന് സ്വർഗാൻ, ഒന്ന് നരകാൻ. നബി തങ്ങൾ പറഞ്ഞു, ലൗ അലിംതും മാ അഅലം മിനൽ ആഖിറ. മരിച്ചാണ്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലാഹു തആല എനിക്ക് അറിയിച്ചു തന്നതിൻ്റെ അതേ വൈകാരികതയോടെ നിങ്ങളെങ്ങാനും ഈ ദുനിയാവിലെ അതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ മശൈതും ഇല സഈദ്. കുട്ടിയോളൊരു ഭാഗത്ത് വെച്ചു, കുട്ടിയോളൊരു ഭാഗത്ത് വെച്ച്. ആരും വേണ്ട, കെട്ടിയോളും വേണ്ട, കുട്ടിയോളും വേണ്ട, വീട് വേണ്ട, വാഹനം വേണ്ട, ഒരു ആഭിജാത്യവും വേണ്ട, ഒറ്റ പോക്കാണ്ട് പോകും. മശൈതും ഇല സഈദ്. നിങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന മരുപ്പറമ്പിലേക്ക് നടന്നു പോകും. വല ഹസൈതും അലാ റൂസിക്കും അത്തുറാബ്. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് പേടിയോണ്ട്, ബേജാറുകൊണ്ട്, വിഷമം കൊണ്ട്, നിരാശ കൊണ്ട് മണലാരണ്യത്തിൻ്റെ മണൽപ്പരപ്പുകളിൽ നിന്ന് മണലുകൾ എടുത്തിട്ട് നിങ്ങളുടെ തലയിലേക്ക് അങ്ങനെ വാരി വിതറും. ലമശൈതും ഇല സഈദ്. നിങ്ങൾ മണലാരണ്യത്തിലേക്ക് കടന്നു പോകുന്നതാണ്. വല ഹസൈതും അലാ റൂസിക്കും അത്തുറാബ്. നിങ്ങൾ നിങ്ങളുടെ തലയിൽ മണ്ണ് വാരിയിട്ടിട്ട് പൊട്ടി പൊട്ടി കരയുന്നവരാണ്. ഞാനെങ്ങാനും മഹ്ശറയിലുള്ള ഭയാനകത അള്ളാഹു അറിയിച്ചു തന്ന അതേ ഗൗരവത്തോടുകൂടെ നിങ്ങൾ അറിയിച്ചിരുന്നുവെങ്കിൽ നിങ്ങളിൽ പല ആളുകളും ഭാര്യയെ നോക്കൂല, മക്കളെ നോക്കൂല, കുടുംബം ശ്രദ്ധിക്കൂല. ഇത്രയും വലിയ വിഷമകരമായ അവസ്ഥയാണ് അവിടെ വരാനിരിക്കുന്നത്. പിന്നെ കുടുംബവും ദീനാണ്, മക്കളോ ഇബാദത്താണ്, എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതിന് അഹ്ലിന്നാരി അദാബൻ. ഈ നബിതങ്ങൾ സ്വർഗ നരകത്തിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കാൻ. നരകവാസികളിൽ ഏറ്റവും ചെറിയ ശിക്ഷയുള്ള ആളെപ്പറ്റി പരിശുദ്ധ റസൂൽ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ. പരിശുദ്ധ തമ്പുരാന്റെ മാർഗത്തിൽ മത്സരിക്കുകയാണ് നമ്മൾ. സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം. സിറാത്ത് എന്ന പാലം വിട്ടുകിടക്കുമ്പോൾ ഒന്നുകൂടി വേഗത കിട്ടാനുള്ള മത്സരം. മഹ്ശറ വൻസഭയിലെ ചൂടിൽ നിന്ന് വിയർത്തൊലിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ആളുകൾക്കിടയിലൂടെ ഇങ്ങ് വാട അർശിന്റെ തണലിലേക്ക് എന്ന് വിളിക്കപ്പെടുന്ന സപ്ത സൗഭാഗ്യവാന്മാരുടെ, സൗഭാഗ്യവതികളുടെ ലിസ്റ്റിൽ നമ്മളുടെ പേരുണ്ടാകാൻ, നമുക്കൊരു മെമ്പർഷിപ്പ് കിട്ടാനുള്ള മത്സരം. ഒരുപാട് കോടാനക്കോടിക്കണക്കിന് ആളുകൾ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലേക്ക് ചങ്കിങ്ങനെ നീട്ടിക്കൊടുക്കുമ്പോ പെടഞ്ഞ് വേദനാജനകമായ മരണം അനുഭവിക്കുമ്പോ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലേക്ക് സ്വസ്ഥമായി ചങ്ക് നീട്ടിക്കൊടുത്തിട്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടിട്ട് പുഞ്ചിരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം കിട്ടാനുള്ള മത്സരം. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ. മേടക്ക് പകരം മാളമാ സുബ്ഹാന, തനിച്ചേകനായി കിടക്കേണ്ടതാണ് അസ്മാന. കണ്ണിൻ്റെ കുഴിയിൽ
വെള്ളവും നിറഞ്ഞില്ലേ, മണ്ണിൻ്റെ അടിയിൽ പെട്ടതത്ഭുതമല്ലേ. സുഹൃത്തുക്കളെ, വരുന്നുണ്ട് ദിവസം മഹ്ശറ, അകത്തുള്ളതെല്ലാം അന്ന് തള്ളും മക്ബറ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. സയ്യിദുന ഉസ്മാൻ ഖബറു കണ്ടാൽ പിന്നെ ഒലിക്കുന്നതാ ഇരു കണ്ണുകൾ ക്ഷണം തന്നെ. 1000 കോടി കവകാശിനി, നാളെ 6 അടി മണ്ണിൻ്റെ ജന്മിനി. അതല്ലേ റിയാലിറ്റി ഓഫ് ലൈഫ്, അതല്ല ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം. 1000 കോടികളുടെ അവകാശത്തിൻ്റെ മുദ്രപത്രവുമായിട്ട് ഓരോ ഓഫീസുകളിൽ നിന്ന് ഓഫീസുകളിലേക്ക് ഓടിപ്പോകുന്ന നമ്മളറിഞ്ഞോ? ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ നമ്മുടെ റിമോട്ട് കൺട്രോളാകുന്ന തമ്പുരാൻ എല്ലാ പ്രഭാതത്തിലും പ്ലേ ബട്ടൺ തന്നെ അമർത്തൂല, ഏതെങ്കിലും ഒരു നിമിഷം സ്റ്റോപ്പ് ബട്ടൺ അമർത്തുന്നതാണ്. ആ സ്റ്റോപ്പ് ബട്ടൺ എങ്ങാനും അമർത്തപ്പെട്ട് കഴിഞ്ഞാൽ ജീപ്പിൻ്റെ കാരിയറിൻ്റെ മുകളിൽ ഒരു നാട്ടിൽ കാഹളം കെട്ടുകയാണ്. നാട്ടുകാരെ, ഒരു മരണ വാർത്ത എന്ന അനൗൺസ് പോവുകയാണ്. ഒച്ച വെക്കുന്ന മക്കളോട് ഉമ്മ പറയാണ്, ഒന്ന് മിണ്ടാതിരിക്ക്, ആരാണ് നമ്മുടെ മഹല്ലിൽ മരിച്ചുപോയത് എന്നൊന്ന് കേൾക്കട്ടെ. ബാക്കിയുള്ളവർ കാതുകൂർപ്പിക്കുകയാണ്. കേട്ടവൻ അറിഞ്ഞോ, നാളെ എൻ്റെ പേരും അതേ കാഹളത്തിലൂടെ മുഴക്കപ്പെടുന്നതാണ്. ഒറ്റ ബട്ടൺ അല്ലാഹു അമർത്തി, അത് സ്റ്റോപ്പ് ബട്ടനാണ്. അതോടുകൂടെ എന്തൊക്കെ അവസ്ഥ നമ്മുടെ നാട്ടിൽ മാറി. കുറച്ചാൾക്കാർ ഖബർ കുഴിക്കാൻ ആളെ ഏൽപ്പിക്കാൻ വേണ്ടി പോകാൻ, കുറച്ചാളുകൾ ശരീരത്തിൻ്റെ അളവെടുക്കുകയാണ്, കുറച്ചാളുകൾ മയ്യത്ത് കുളിപ്പിക്കാനുള്ള സ്ഥലം ശരിയാക്കുകയാണ്, കുറച്ച് ചെറുപ്പക്കാർ ബൈക്കുമായിട്ട് ഏതെങ്കിലും തൊട്ടടുത്ത ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് ഓടിപ്പോവുകയാണ്. 3 ശീല തുണി വേണം, അത് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. അവിടെ ലൂയി ഫിലിപ്പിൻ്റെയോ സ്കള്ളേഴ്സിൻ്റെയോ ചർച്ചയെ കടന്നു വരുന്നില്ല. ഒരു വെള്ളശീല, തനിനാടൻ വെള്ളശീല, അവിടെ ബ്രാൻഡിന്റെ പ്രശ്നം പോലും കടന്നു വരുന്നില്ല. ജിന്ദഗി മിലിതി പരം കോ കാം ആനെ ലിയേ ദിൻ രാത് ഗുസർ ഗയി കാഗസ് ഗേ ടുക്ഡേ കമാനെ ലിയേ അബ് മുജേ ഖബർ മിലാ. മരിച്ചു കിടക്കുന്ന ആള് പറയാണ്, ഇപ്പൊ എനിക്ക് പിടുത്തം കിട്ടി തമ്പുരാനെ, ക്യാ ഫായിദ, എന്ത് ഫലം, ഇതനെ പൈസേ രൂപേ കമാനേ മേ. ഈ ചുവപ്പും പച്ചയും റോസും നിറള്ള പടപടക്കിട നോട്ടുകെട്ടുകൾ ഒരുമിച്ച് കൂട്ടാനുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ എന്തുണ്ടായി ഫലം, എന്തുണ്ടായി ഫലം. നോട്ടുകെട്ടുകളൊക്കെ അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്, നോട്ടുകെട്ടുകൾ അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ക്യാ ഫായിദ, എന്ത് ഫലം. ഇയാള് തന്നെ പറയാൻ, ഇപ്പൊ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയവർ കീശയില്ലാത്ത ഡ്രസ്സാണ് എടുക്കുന്നത്. കഫൻ മേ ജേബ് നഹി, കഫം പുടക്ക് കീശയില്ല. ഖബർ മേ അലമാരി നഹി, പോയി കിടക്കുന്ന മണ്ണിന്റെ വീട്ടിൽ നോട്ടുകെട്ടുകൾ അടുക്കി അടുക്കി വെക്കാൻ ഷോക്കേസ് ഇല്ല, ലോക്കറില്ല, അലമാരിയില്ല. മൗത്ത് കേ ഫിരിസ്തേ, മരണത്തിന്റെ മാലാഖ, റിശ്വേ ലേതേ ബി നഹി. ചിക്കിളി വാങ്ങണ ആളല്ല, കോഴ വാങ്ങണ ആളല്ല, പൈസ കണ്ടിട്ട് കണ്ണുമഞ്ഞളിച്ചു പോകുന്ന ആളല്ല, നോട്ടുകെട്ടുകളാണ്ട് വെച്ചാൽ ഫയലിക്ക് ഒപ്പിട്ട് തരുന്ന നിഷ്കളങ്കതയില്ലാത്ത ഉദ്യോഗസ്ഥനല്ല. പിന്നെ അള്ളാഹു ഇപ്പൊ പിടിക്കണമെന്ന് പറഞ്ഞാൽ പിടിക്കാൻ പോകുന്ന ആളാണ്. വലൗ കാനത്തി ദുനിയാ തദുമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. ഏത് കാര്യം ചിന്തിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അതാണ്. ദുനിയാവ് ഒരാളുടെ അവസ്ഥ, ദുരവസ്ഥ ഇങ്ങനെ കണ്ടിട്ട് പടച്ചോനെ ഇയാളെ റൂഹെന്നാ പിടിക്കേണ്ട പാവം കുഞ്ഞു മക്കൾ, ആ മനുഷ്യൻ്റെ കയ്യും പിടിച്ച് നടക്കുന്ന കുഞ്ഞു മക്കൾ, ഈ മക്കളുടെ മുമ്പിൽ പിന്നെ ആരാണ് ഒരു നാഥനായിട്ടുണ്ടാവുക? മലക്കുൽ മൗത്തിന് അങ്ങനെ തോന്നിയോ? നല്ല മനോഹരമായ രമ്യകർമ്മം പണിതൊരു മനുഷ്യനാണ്, ആ മനുഷ്യൻ്റെ കുടിയിരിക്കലാണ്, ഹൗസ് വാമിംഗ് ആണ് അടുത്ത ഞായറാഴ്ച.
ഇൻവൈറ്റേഷൻ ലെറ്ററൊക്കെ അടിച്ചിട്ട് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. അള്ളാഹു തആല കൊടുത്ത ഓർഡർ ശനിയാഴ്ച രാത്രി റൂഹ് പിടിക്കണമെന്നാണ്. ഈ മനുഷ്യൻ എത്ര ആളുകളോട് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു, ഞാൻ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൈ പിടിച്ചിട്ട് ശീതീകരിച്ച പരവതാനി വിരിച്ച പട്ടുപാകിയ കോടിക്കണക്കിന് രൂപ മുടക്കി ഞാൻ ഉണ്ടാക്കിയ എൻ്റെ രാജസിംഹാസനത്തിലേക്ക് കാലെടുത്ത് വെക്കും അടുത്ത ഞായറാഴ്ച എന്ന് എത്ര ആളുകളോട് പറഞ്ഞു. അതുകൊണ്ടല്ലേ ഇസ്ലാം മുസ്ലിമിനോട് പറഞ്ഞത്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ് ഇല്ലാ അൻ യശാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് കൂടെ പറഞ്ഞിട്ടല്ലാതെ ഒരു കാര്യവും നിങ്ങൾ പറയരുത്. നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ അടുത്ത ഞായറാഴ്ച നമുക്ക് പ്ലാൻ ചെയ്യാം, എന്നാൽ ഒരു ട്രിപ്പ് പോയാലും ഓക്കെ. ട്രിപ്പ് പോയിട്ട് അന്ന് സന്ധ്യ നേരത്തെ നമ്മുടെ സൈറ്റ് സീയിങ്ങിൻ്റെ സ്ഥലത്ത് നമ്മളിങ്ങനെ റിസോർട്ടിൽ ഇരിക്കുമ്പോൾ ട്രീറ്റ് നിൻ്റെ വകയാവണം. യെസ്, എൻ്റെ വകയായിരിക്കും. ഓക്കെ, നമ്മളെല്ലാവരും അത് ഭക്ഷിക്കും. വലാ തഖൂലന്ന ലിശൈഇൻ ഇൻഷാ അല്ലാഹ് ഇല്ലാതെ അത് പറയരുത് സഹോദര. ഇല്ല അൻ യശാ അല്ലാഹ്. ഒന്നുക്ക് അതിൻ്റെ മുമ്പ് ഇൻഷാ അല്ലാഹ് പറയാ, അല്ലെങ്കിൽ ശേഷം ഇൻഷാ അല്ലാഹ് പറയാ. കാരണം നമ്മുടെ കടിഞ്ഞാൺ മുള്ളാണ്. ഈ മേപ്പിട്ട് ഇങ്ങോട്ട് വലിച്ച ശ്വാസം താഴേക്ക് ഇങ്ങോട്ട് താഴ്ത്താൻ ആ കടിഞ്ഞാണ് പിടിച്ച ഉടയ തമ്പുരാന് പെർമിഷൻ തന്നിട്ടില്ലെങ്കിൽ നമ്മളെ പേര് മയ്യത്ത. പിന്നെ ചോദ്യം, എപ്പോഴാ ബോഡി എടുക്കണേ? ബോഡി ആത്മാവാണ്ട് പോയാൽ ഈ സാധനം ഒരു ബോഡിയാണ്. പിന്നെ 12 മണിക്കൂർ വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ മേലെ വെക്കണമെങ്കിൽ അടുത്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് പ്ലഗിന് കുത്തുന്ന ഇലക്ട്രിക് സംവിധാനമുള്ള ഫ്രീസർ സംവിധാനമുള്ള മയ്യത്ത് കട്ടിൽ വീട്ടിലെത്തിക്കണം. നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിക്ക്. നമ്മുടെ അസ്തിത്വത്തെ പറ്റി ഓർത്താൽ തന്നെ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. സ്വന്തം ശരീരം പഠിച്ചാൽ അള്ളാഹുവിനെ പഠിക്കും. അള്ളാഹിനെ പഠിക്കാൻ വേണ്ടി വേറെടുക്കും കിതാബ് ഓതാൻ പോകണ്ട. നമ്മളെ പഠിച്ചാൽ മതി. അള്ളാഹിനെ നമ്മൾ അറിയാതെ പഠിക്കും. ആരായി ഞാൻ എന്ത്? നമ്മളെ ഈ ഓപ്പണായി കിടക്കുന്ന ദ്വാരങ്ങളിലൊക്കെ ഒന്ന് കൈ വെക്കാൻ പറ്റുമോ? ജീവിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിക്ക്. നമ്മളെ കണ്ണിൽ കൈയിട്ടാൽ മ്ലേച്ഛം, കാതിൽ കൈയിട്ടാൽ മ്ലേച്ഛം, നാസാരന്ധ്രങ്ങളിൽ വിരലിട്ടാൽ മ്ലേച്ഛം, വായിൽ കൈയിട്ടാൽ മ്ലേച്ഛം, ഒരു കഴുത്തിൻ്റെ മുകളിൽ തന്നെ മ്ലേച്ഛം കൊണ്ട് മ്ലേച്ഛം. എന്നിട്ടും പറയാണ് വലഖദ് കറംനാ ബനി ആദം. മാന്യനായ തമ്പുരാൻ നമ്മളോട് പറഞ്ഞു, മനുഷ്യനെ നാം ബഹുമാനിച്ചിരിക്കുകയാണ്. അള്ളാഹു തന്ന ആ ഒരു ഇക്റാം ഇല്ലെങ്കിൽ നമ്മൾ ആര്? മൂവാറ്റുപുഴക്കടുത്ത് കളമശ്ശേരിക്കടുത്ത് 2 ATM മെഷീനുകളാണ് കവർച്ച നടത്തിയത്. ഇതര സംസ്ഥാന തൊഴിലാളികളായിരിക്കുന്ന കവർച്ചക്കാര്, മോഷ്ടാക്കള് ATM കൗണ്ടറിൽ കയറി 35 ലക്ഷം രൂപയാണ് സാങ്കേതിക തികവോടുകൂടെ ഇവർ കൊള്ളയടിച്ചത്. അതിലൊരു സ്പ്രേ പെയിൻറ്, CCTV ക്യാമറ ഫെയ്ഡായി പോകാനുള്ള സ്പ്രേ പെയിൻറ് അടിച്ചു. ഗ്യാസ് കട്ടറുണ്ട്. കാരണം എല്ലാ തൊഴിലും ഇപ്പോൾ അവർക്കറിയല്ലോ. ഓൾ ഇൻ വൺ ആണ് ഒരു ബംഗാളി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓൾ ഇൻ വൺ, എന്തിനും അറിയും, എന്തും ഒക്കെ. ഐ ആം റെഡി എന്നാണ് ബംഗാളിയുടെ മോട്ടോ. ഗ്യാസ് കട്ടറെടുത്ത് കട്ട് ചെയ്തു. ATM മെഷീനിൻ്റെ അകത്തുള്ള ലക്ഷോപലക്ഷം രൂപ അടിച്ച് കൊണ്ടുപോയി ധൻബാദി എക്സ്പ്രസ്സിൽ നാടുവിട്ടു. പല CCTV ദൃശ്യങ്ങളിലും ഇവരുടെ മുഖം പതിഞ്ഞിട്ട് പോലും പോലീസിനെ ഇവരെ പിടിക്കാൻ വേണ്ടി മുഗല്ലലായ നജസ് നായ, ആ നായയെ ശരണം തേടേണ്ടി വന്നു. മനുഷ്യനാര്, നായ ആര് എന്ന് അല്ലാഹു തആല നമ്മളെ ബോധ്യപ്പെടുത്തുക. നമ്മളെ ഫിഖഹിന്റെ കിതാബിൽ പറയുന്നുണ്ട്, ഇദാ വലഗൽ കൽബു ഫീ ഇനാഇ അഹദികും, നിങ്ങളുടെ ആരുടെയെങ്കിലും പാത്രത്തിൽ നായ തലയിട്ട് കഴിഞ്ഞാൽ ഫഗ്സിലൂഹു 7 മറാത്ത്, 7 വട്ടം അതിനെ കഴുകണം. ഊലാഹുന്ന ബിത്തുറാബ്, അതിൽ ഒന്നാമത്തത് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. അത്രയും നമ്മൾ മാറ്റി നിർത്തുന്ന അസത്ത്, അമ്ളം, നജസ്, അശുദ്ധം, നീചം, നികൃഷ്ടം, ഇങ്ങനെ മാറ്റി നിർത്തുന്ന നികൃഷ്ട ജീവിയായ നായ, ആ നായക്ക് മണം പിടിക്കാനുള്ള ശക്തി മനുഷ്യനേക്കാൾ 99 ഇരട്ടിയാണ്. ഒരു കുറ്റവാളിയെ, ഒരു ക്രിമിനലിനെ പിടിക്കാൻ പോലീസിൻ്റെ ഇടയിൽ ഡോഗ് സ്ക്വാഡ് ഉണ്ട്. അഭ്യസ്തവിദ്യനായ പോലീസുകാരൻ പറയാണ്, നായനോട് സഹായം ചോദിക്കണം. അവസാനം നായനെ ഇറക്കി. കഴുത്ത് പട്ടയിട്ട കണ്ട കൗഭീനമിട്ട ശ്വാനപ്രമുഖൻ വന്നില്ലേ, ആ നായയുടെ ചെങ്ങലയും പിടിച്ചിട്ടാണ് എല്ലാ ആയോധന കലയും പഠിച്ച, എല്ലാ ഡിഗ്രിയും എടുത്ത, എല്ലാ സർട്ടിഫിക്കേഷനും ഉള്ള പോലീസുകാരൻ ഇങ്ങനെ നിൽക്കുന്നത്. ഈ 2 ഫോട്ടോ എടുത്തിട്ട് ഒപ്പിയെടുത്തിട്ട്, അള്ളാഹു നമുക്ക് നൽകുന്നൊരു പാടുണ്ട്, മനുഷ്യ നീ ഈ ജീവിയേക്കാൾ എത്രയോ ചെറുതാണ്.
ഒരു മൂക്കിന്റെ ശക്തി ആ ജീവിക്ക് കൊടുത്തത് ദുനിയാവിൽ നിനക്ക് തന്നിട്ടില്ല. എന്താ അർത്ഥം? നമുക്കിനി ശക്തി വരാനിരിക്കുന്നേ ഉള്ളൂ. അന്ന് നായയോട് അള്ളാഹു പറയും കൂനു തുറാബ, നിങ്ങൾ മണ്ണായിക്കോ. എല്ലാ ജീവികളും അങ്ങനെ തന്നെയാ. കടലിലെ മത്സ്യം, പൂർണ്ണ ഗർഭിണിയായ തള്ളമീൻ നീന്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പ്രസവിക്കപ്പെട്ട മക്കളാണെങ്കിലോ പഠിച്ചോനെ വീണു പോകൂലേ? ഇല്ല. അപ്പൊ നീന്തം പഠിച്ചണോ? അല്ലാഹു അഅലം. പ്രസവിക്കപ്പെട്ട മക്കൾ തള്ളമാതാവിന്റെ കൂടെ ഉടനെ തന്നെ നീന്തുകയാണ്. ജനിച്ച് ഗർഭാശയത്തിൽ നിന്ന് പുറത്ത് വീഴുമ്പോഴേക്ക് ഒരു കുഞ്ഞു മത്സ്യത്തെ നീന്താൻ പഠിപ്പിച്ച തമ്പുരാനെ, ഈ ചന്ദ്രനിൽ കാലുകുത്തിയോന്റെ അവകാശിയായ മനുഷ്യനൊന്ന് നടക്കാൻ എത്ര കൊല്ലങ്ങൾ വേണ്ടി വന്നോ? ഞങ്ങൾ നീ പഠിപ്പിച്ചൊരു പാടാണല്ലോ റബ്ബേ ഇത്. ലക്ഷ്മിക്കുട്ടിയെടുത്ത് അമ്മയുടെ ആലയിലുള്ള പശു, ആ പശു പ്രസവിച്ചാൽ അന്ന് വൈകുന്നേരം തന്നെ തള്ള പശുവിൻ്റെ കൂടെ അന്ന് പ്രസവിക്കപ്പെട്ട പശുക്കുട്ടി ഓടുകയാണ്. ആമിനത്താത്താൻ്റെ മകള് ഫാത്തിമ സുഹറ ഒന്ന് പ്രസവിച്ച് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ടൊന്ന് പോയി നോക്കണ്ടി, കുറച്ച് അലുവി നേന്ത്രപ്പായും കുറച്ച് ഹോർലിക്സും ബൂസ്റ്റൊക്കെ ആയിട്ട്, എടി നിൻ്റെ കുട്ടി ഇപ്പം എന്തെടുക്കും? ഒന്ന് കമിഴ്ന്ന് കിടക്കും, ഒന്ന് ചെരിഞ്ഞു കിടക്കും. ഇവനൊന്ന് എണീറ്റൊരാൺകുട്ടി, ഒരു മനുഷ്യന്ന് പറയാൻ എത്ര കൊല്ലം നോമ്പ് നോറ്റ് കാത്തിരിക്കണം. അപ്പോഴൊക്കെ ലക്ഷ്മിക്കുട്ടിയടത്തിയുടെ പശുക്കുട്ടി എത്തേണ്ട ലോകത്തെത്തിയിട്ടുണ്ടാവും. അപ്പം നമ്മളാര്? അവയാര്? അവയ്ക്ക് പരിമിതി ഇവിടെ ഉള്ളൂ. അല്ല, പരിമിതി ഇല്ലാത്ത ലോകമാണ് ഇത്. കാരണം കൂനു തുറാബ, നിങ്ങൾ മണ്ണായിക്കോളൂ. അപ്പം നമ്മുടെ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബറാണ് ഒരു മുഅ്മിനിന്റെ ആദ്യത്തെ വീട്. നമ്മൾ വിചാരിച്ചത് നമ്മൾ ഉണ്ടാക്കിയ വീടാണ് നമ്മൾ അവസാനത്തെ വീട് എന്നാണ്. അല്ല, ഖബർ ആദ്യത്തെ വീടാണ്. മരിച്ചു കഴിയണം ജീവിതം തുടങ്ങാൻ. അതിനാണ് അത്തിപ്പറ്റ ഉസ്താദ് പണിയെടുക്കുന്നത്, അതിനാണ് തൃപ്പഞ്ചി ഉസ്താദ് പണിയെടുത്തത്, അതിനാണ് മഹാന്മാരായ മനുഷ്യന്മാര് പണിയെടുത്തത്, കീയനോര് പണിയെടുത്തത് അതിനാണ്. ഈ മഹത്തുക്കളായ മനുഷ്യന്മാരൊക്കെ പണിയെടുത്തത് അതിനാണ്. ഒരു നാഴയുടെ ശ്വാസം പിടിക്കാൻ, ഗന്ധം പിടിക്കാനുള്ള ശക്തി പോലും മനുഷ്യന് കൊടുക്കാത്ത ദുനിയാവേ, നീ അഖല്ലു മിനൽ ഖലീലി, കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതാണ്. അങ്ങനെയുള്ള ദുനിയാവിനെ സ്നേഹിക്കുന്നവനെ അങ്ങനെയുള്ള ദുനിയാവിനെ സ്നേഹിക്കുന്നവൻ ഏറ്റവും നിന്ദ്യരായവരിൽ ഏറ്റവും നിന്ദ്യനായവനാണ്. പരിമിതികളുള്ള ലോകമാണ് ഈ ലോകം എന്ന് മനസ്സിലാക്കിയപ്പോഴല്ലേ അത്തിപ്പറ്റ ഉസ്താദ് ദുനിയാവ് വിട്ടാളി എന്ന് പറഞ്ഞത്. തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ദുനിയാവ് വിട്ടാളി കൂട്ടരെ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം അവരിവിടെ ജീവിക്കുമ്പോൾ തന്നെ ആഖിറം കാണാൻ. മഹാന്മാരായ ഈ മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണ് ആഖിറം കണ്ടുകൊണ്ടിരിക്കാൻ. അവിടെ അങ്ങനെ അനുഭൂതി കണ്ടപ്പോൾ ഇതൊന്നുമല്ല. അവരെ ശരീരം നമ്മൾ കണ്ടില്ലേ, ഒടിഞ്ഞു തൂങ്ങി വളരെ മൃദുലമായ കുറേ ആൾക്കാർ. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ആ മഹാനുഭാവൻ്റെ അനുഭവം പറയുന്നുണ്ട്. ഞാനൊരു കാട്ടിലൂടെ ഇങ്ങനെ ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഹസനുൽ ബസരി തങ്ങൾ പറയാൻ, ഹസനുൽ ബസരി ആരാ? അത്രയും വലിയൊരു മഹാനാണ് പറയുന്നത്. ഒരു വനപ്രദേശത്തിലൂടെ ഘനാഘനമായ ഇടതൂർന്ന വനത്തിൻ്റെ ഉള്ളിലൂടെ ഞാൻ ഒരു ദിവസം നടന്നു പോകുമ്പോഴാണ് ഒരു ദിക്ർ ഇങ്ങനെ കേൾക്കാൻ സാധിച്ചത്. അതൊരു മനുഷ്യനാണല്ലോ തമ്പുരാനെ, ദിക്ർ ചൊല്ലാണല്ലോ റബ്ബേ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. ദിക്ർ ഇങ്ങനെ ചെല്ലണ സ്ഥലത്തേക്കൊന്ന് പോയി നോക്കിയപ്പോൾ അവിടെ അതാ ഒരാൾ സുജൂദിൽ കിടക്കാൻ, ഒരു മനുഷ്യന് പോലും എത്താൻ സാധ്യമല്ലാത്ത ഘോരവനത്തിൻ്റെ മധ്യഭാഗത്താണ്, കട്ടപിടിച്ച ഇടതൂർന്ന മരങ്ങളുള്ള കട്ടപിടിച്ച അന്ധകാര നിർഭരമായ ഒരു കാട്ടിൻ്റെ മധ്യഭാഗത്താണ് ഒരു ഗുഹയുടെ മുമ്പാകത്തിരുന്നിട്ടൊരു മനുഷ്യൻ, അള്ളാഹുവിൻ്റെ വലിയായൊരു മനുഷ്യൻ സുജൂദിൽ കടന്നിട്ട് ദിക്ർ ചൊല്ലുകയാണ്. ഹസനുൽ ബസരി ദൂരം നിന്നിങ്ങനെ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യന്റെ തലയുടെ തൊട്ട് മുന്നിൽ അതാ ഒരു ഗർജിക്കാൻ പാകത്തിലുള്ള സടകുടിഞ്ഞ ഒരു സിംഹം. ഹസനുൽ ബസരി തങ്ങൾ, പഠിച്ചോനെ ഈ മനുഷ്യനൊന്ന് സലാം വീട്ടി കിട്ടിയാൽ മതിയായിരുന്നു, എന്നിട്ട് വേണം ഈ മനുഷ്യനോട് പറയാൻ നിങ്ങളുടെ അടുത്ത് സിംഹമുണ്ട്, ഓടി രക്ഷപ്പെട്ടോ മനുഷ്യ. സലാം വീട്ടി കുറച്ച് നേരം കാത്തിരുന്നപ്പോ സലാം വീട്ടി. ഹസനുൽ ബസരി തങ്ങൾ കാട്ടിന്റെ വേറൊരു ഭാഗത്ത് ദൂരെ മാറി നിന്നിട്ടൊരു മരത്തിന്റെ മറവിൽ നിന്നിട്ട് പറഞ്ഞു,
യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയായ സഹോദരാ, ഫിർറ മിനൽ അസദ്, സിംഹമാണ് നിന്റെ അടുക്കലുള്ളത്. ഫിർറ മിനൽ അസദ്, സിംഹത്തിന്റെ അടുത്ത് നോടിക്കോളി. ഈ മനുഷ്യൻ പറഞ്ഞു, സിംഹത്തിന്റെ തലയിൽ ഇങ്ങനാണ്ട്, കൈ ഇങ്ങനാണ്ട്, തലോടിയിട്ട് മനുഷ്യൻ പറഞ്ഞു, എന്തിന്? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. ഉടയതമ്പുരാനായ റബ്ബിനെ ആരെങ്കിലും പേടിച്ചാൽ അവനെ പേടിക്കാൻ എല്ലാരെയും അല്ലാഹു തആല തയ്യാറാക്കും. അള്ളാഹുവിനെ പേടിക്കാത്തതാണ് നമ്മുടെ പരിമിതികൾ ചുരുങ്ങിപ്പോകാൻ കാരണം. അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ പരിമിതികളില്ല. ഇവർക്ക് പിന്നെ ഒരു മഖ്ലൂക്കിനെ പേടിക്കണ്ട. ഖാഫഹു കുല്ലു ശൈ, എല്ലാവരും പിന്നെ അവരെ പേടിക്കുകയാണ്. ആറ്റം ബോംബിന്റെ സംവിധാനമടക്കമുള്ള ആളുകളുടെ ആറ്റം ബോംബിനെ നിർവീര്യമാക്കാൻ അള്ളാഹുവിന്റെ ഒരു വലിയന്റെ കറാമത്ത് മതി എന്നവർക്കറിയാം. അള്ളാഹുവിന്റെ ഒരു വലിയന്റെ കറാമത്ത് മതി എന്നവർക്കറിയാം. അപ്പൊ എന്താ, അമാനുഷികതയിലേക്ക് കടന്നു പോകാൻ പോലും കൽബ് തെളിഞ്ഞാൽ മതി എന്നർത്ഥം. സഫ്വത്തുൽ ഖൽബ്, ഹൃദയം ശുദ്ധമാകണം. ഹൃദയം ശുദ്ധമായാൽ അമാനുഷികതകൾ കടന്നു വരുന്നതാണ്. അപ്പം മനുഷ്യത്വത്തിന്റെ സദസ്സിലാണ് നമ്മളൊക്കെ കുടികൊണ്ടിരിക്കുന്നത്. പുല്ലൂക്കരയുടെ ഈ പ്രദേശത്ത് മനോഹരമായി സദസ്സ് നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ അസ്തിത്വത്തെ പറ്റിയിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഓർക്കണം. പടച്ചോനെ, ഞാൻ ആരാണ്? തന്നിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടണം. ഓരോ പ്രഭാതത്തിലും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ജാമ്യം വാങ്ങുകയാണ്. اللهم اجعل صباحنا هذا صباح الصالحين. അല്ലാഹുവേ, ഞങ്ങളുടെ ഇന്നത്തെ പ്രഭാതം ഉത്തമന്മാരുടെ പ്രഭാതമാകണേ. നമ്മുടെ നാവോ അള്ളാഹുവിനോട് പറയാൻ, വൽസിനതനാ അൽസിനതദ്ദാകിരീൻ, ഞങ്ങളുടെ നാവ് ദിക്ർ ചെല്ലുന്ന ആൾക്കാരുടെ നാവാകണേ. നമ്മുടെ ഖൽബോ വഖുലൂബനാ ഖുലൂബൽ ഖാശിഈൻ, അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയം പേടിക്കുന്ന തഖ്വയുള്ള മനുഷ്യന്മാരുടെ ഹൃദയമാക്കണേ അല്ലാ. നമ്മുടെ ശരീരമോ വഅബ്ദാനനാ അബ്ദാനൽ മുതീഈൻ, നിനക്ക് വഴിപ്പെടുന്ന ആളുകളുടെ ശരീരമായി ഈ ശരീരത്തെ ഒബീഡിയന്റ് ബോഡിയാക്കി നീ മാറ്റണേ അല്ലാ. നമ്മുടെ പ്രവർത്തനങ്ങളോ, ഇന്നത്തെ പ്രവർത്തനങ്ങളോ, അഅ്മാലനാ അഅ്മാലൽ മുത്തഖീൻ, അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തഖ്വയുള്ള ആളുകളുടെ അമലാക്കണേ അല്ലാ. വനബ്ബിഹ്നാ അന്നൗമത്തിൽ ഗാഫിലീൻ, അശ്രദ്ധയുടെ ഉറക്കിൽ നിന്ന് ശ്രദ്ധയുടെ ഉണർച്ചയിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ അല്ലാ. വശാരിക്നാ ഫി ദുആഇൽ മുഅ്മിനീന വസ്സാലിഹീന യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളുടെയും ഉത്തമന്മാരുടെയും ദുആയിൽ ഞങ്ങൾക്കൊരു ഷെയർ ഹോൾഡേഴ്സ് ആക്കണേ അല്ലാ. ഒരു പ്രഭാതത്തിൽ ഈ ദുആ ചെയ്തിട്ട് ദിവസം തുടങ്ങുന്ന ആള് എവിടെ പേക്കാൻ, എങ്ങനെ പേക്കാൻ, എങ്ങനെ അദ്ദേഹത്തിന് കൾച്ചറൽ ഡീവിയേഷൻ സംഭവിക്കാൻ. ഇപ്പം ഇന്നത്തെ കോമൺ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്താണ്? കൾച്ചറൽ ഡീവിയേഷൻ പ്രധാന വിഷയമാണ്. സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, ഈ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഡിസ്പ്ലേയിലൂടെ എല്ലാത്തിൻ്റെയും ലോകം നമ്മുടെ കണ്ണിൻ്റെ മുന്നിലേക്ക് എല്ലാവിധ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ ചെക്കിങ്ങിനെയും മറികടന്നിട്ട്, നമ്മുടെ വീടിൻ്റെ ഭിത്തിയെ മറികടന്ന്, കതകിട്ടടച്ച വാതിലിനെ മറികടന്ന്, കൊട്ടിയടക്കപ്പെട്ട കിളിവാതിൻ്റെ പാളികളെ മറികടന്ന്, എല്ലാ ജനലും എല്ലാ വാതിലും അടച്ചിട്ട് ടെറസിട്ട റൂമിൻ്റെ അകത്തളങ്ങളിൽ അർദ്ധരാത്രിയുടെ മൂഖതയിൽ ഏകാന്തരായി നമ്മൾ കിടക്കുമ്പോഴും നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ മിന്നിത്തിളങ്ങുകയാണ്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിലെ, ന്യൂയോർക്ക് സിറ്റിയിലെ, കാംബ്രിഡ്ജ് സിറ്റിയിലെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ഫോണിൻ്റെ ഉള്ളിലേക്ക്, വിരൽ തുമ്പിലേക്ക് വിരുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ഓപ്പണായൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അന്നത്തെ കാലത്ത് WWW 3 W ആയിരുന്നു പേടിക്കേണ്ടിയിരുന്നത്. ഫസ്റ്റ് W വൈൻ, മദ്യം, 6-ാം നൂറ്റാണ്ടിൽ. സെക്കൻഡ് W വുമൺ, പെണ്ണ്. തേർഡ് W വാർ, യുദ്ധം. അപ്പൊ പറഞ്ഞു 3W വൈൻ, വാർ, വുമൺ, WWW. ഇന്നും 3 W ആണ് ഏറ്റവും വലിയ പേടി. വേൾഡ് വൈഡ് വെബ് .com.
നമ്മുടെ പൊന്നുമോൻ്റെ കയ്യിലുള്ള ഡിസ്പ്ലേയുള്ള ഫോണിൽ 4G+, 4G, 3G സൗകര്യങ്ങളുള്ള നെറ്റ് കണക്റ്റഡായ ഒരു സ്മാർട്ട് ഫോൺ എൻ്റെ കുഞ്ഞ് ഉപയോഗിക്കുന്നതാണ് ഞാൻ പേടിക്കുന്നത്. അവൻ അങ്ങാടിയിലേക്ക് കൂട്ടുകൂടാൻ കടന്നു പോകുന്നതിനേക്കാൾ പേടിക്കുന്നത് എന്ന് ഇന്നത്തെ ഉമ്മയ്ക്ക് പറയേണ്ടി വന്നു, ഇന്നത്തെ ഉപ്പയ്ക്ക് പറയേണ്ടി വന്നു. വാട്ട് ഈസ് ദി റീസൺ? നമ്മളാണത് അനലൈസ് ചെയ്യേണ്ട ആൾക്കാർ. അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ ആരോഗ്യകരമായി സമർപ്പണം, അതിനുള്ള സൊല്യൂഷൻ കൊടുക്കേണ്ട ആൾക്കാർ നമ്മളാണ്. ആപൽകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് ലോകം നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് എന്നർത്ഥം. കറുത്ത ഗണനായകൻ ടെലിവിഷന്റെ ചുടുചാനലിൽ പിടക്കുമുടലിനകം കുടലുമാല പിടയും പണി, മകന്റെ പുതുകണ്ണിന് കിടിലമാണ് പോലുത്സവം, അവന്റെ ചെവികൾ കയ്യിൽ ഇനി ഉറുമ്പു തൻ ഭാഷണം. പണ്ട് രാമായണം വായിച്ചിരുന്ന നമ്പൂതിരി പോലും പറഞ്ഞുപോയി, എൻ്റെ മകൻ മാറിയിൻ. ഖുർആനോദിയ വല്യപ്പ പറഞ്ഞു, എൻ്റെ മകൻ മാറിയിൻ. ബൈബിളിന്റെ സങ്കീർത്തനങ്ങളെ പാരായണം ചെയ്ത പുരോഹിതൻ പറഞ്ഞു, എൻ്റെ തലമുറ മാറി, അടുത്ത തലമുറ മാറി. അവൻ്റെ മൊഴിയാങ്കലം, അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ ആംഗലേയ ഭാഷയാണ്. അതു നിനക്കിലോ സങ്കടം, എനിക്കുപകരിച്ചെൻ്റെ പഴയകാല രാമായണം എന്ന് വല്യച്ഛൻ പറയാ. ഓരോ കുടുംബത്തിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അസ്തിത്വം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളൊക്കെ നമ്മുടെ ഹുർമത്തുകളെ നന്നായി ഗൗനിക്കണം, നന്നായി മാനിക്കണം, വ്യക്തിത്വത്തെ ബഹുമാനിക്കണം. ഏതൊരാളാണെങ്കിലും വലിയവരെ ബഹുമാനിക്കാൻ പുതിയ തലമുറക്ക് ബോധം കൊടുക്കണം. അതിലൊക്കെ നമ്മളെ പ്രവാസികൾ വളരെ ഉഷാറാണ്. നമ്മളൊക്കെ ഗൾഫ് പരിപാടികൾക്ക് പ്രഭാഷണത്തിന് വേണ്ടി പോകുമ്പോൾ കേരളത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഗൾഫിൽ കാണുന്ന വളരെ സ്വാഗതാർഹമായൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാവിലത്തെ നാസ്തയ്ക്ക് വേണ്ടി എൻ്റെ ഫ്ലാറ്റിലേക്ക് വരണം, ഉച്ചക്കത്തെ ചോറിന് എൻ്റെ റൂമിലേക്ക് വരണം, എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് നമ്മുടെ പ്രവാസികൾ വിളിക്കും. അവരെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം സ്വാഗതം ചെയ്യുക 2 വയസ്സ് 2.5 വയസ്സുള്ള കുഞ്ഞു മക്കൾ 2 കൈയും ചേർത്ത് മുസാഫഹത്ത് ചെയ്ത് പിടിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ പഠിച്ചോനെ, ഈ കുട്ടിക്ക് എങ്ങനെ ഇങ്ങനൊരു കൾച്ചർ കിട്ടി? പരിസര ശക്തി ഗുണത്താൽ മർത്യൻ പരിശുദ്ധനാകും, പാപിഷ്ടർ പോലും. അതാണ് അതിൻ്റെ ഉത്തരം. ഇപ്പം അറബികളോട് ചേർന്ന് നിന്നിട്ട് മലയാളികളായ ഒരുപാട് ചെറുപ്പക്കാർക്ക് കുറേ വാക്കിൽ വലിയ സംസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ മാഷാ അല്ലാഹ് തബാറക്കൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇത്രയും കൂടുതൽ സ്പ്രെഡ് ആവാൻ കാരണം പ്രവാസികളാണ്. അറബി പൗരൻ്റെ ഓരോ ഇടപെടലും ദുആ ആണ്, നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ നാട്ടിലെന്താ അവസ്ഥ? ഓരോ ഇടപെടലുകളും തെറി അഭിഷേകങ്ങളല്ലേ. പോടാ വാടാ നീ ആരാടാ. അറബി അങ്ങനെയല്ലേ, ഒന്ന് കണ്ടുമുട്ടിയാൽ അവരുടെ മൂക്ക് മൂക്കോട് സ്പർശിക്കുകയാണ്, നെറ്റി നെറ്റിയോട് സ്പർശിക്കുകയാണ്, നെഞ്ച് നെഞ്ചോട് ചേരുകയാണ്, ആശ്ലേഷത്തിൽ ഏർപ്പെടുകയാണ്, കയ്യിൻ്റെ ഉൾഭാഗം മറ്റോൻ്റെ കയ്യിൻ്റെ ഉൾഭാഗമായിട്ട് ചേരുകയാണ്. മെഡിക്കൽ സയൻസ് തന്നെ പറഞ്ഞു, മനുഷ്യൻ്റെ കയ്യിൻ്റെ ഉൾഭാഗത്തുള്ള ചെറിയ കുശേരുക്കൾ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ കയ്യിൻ്റെ ഉൾഭാഗം മറ്റൊരു മനുഷ്യൻ്റെ കയ്യിൻ്റെ ഉൾഭാഗത്തോട് ചേർന്നാൽ അവരുടെ മസ്തിഷ്കം തമ്മിൽ ക്ലബ് ചെയ്ത പോലെയാണ്. അതുകൊണ്ടാണല്ലോ പുരുഷൻ അന്യ സ്ത്രീക്ക് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ് എന്ന് ഇസ്ലാം പറയാൻ കാരണം അവർ മസ്തിഷ്കം ചേരേണ്ടവരല്ല. ഈ സംസ്കാരം മുഴുവൻ അറബികളാ പഠിപ്പിച്ചത്. അവർ ഏത് ചെറുപ്പക്കാരാണെങ്കിലും നോക്കണ്ട, നിങ്ങൾ ചിലപ്പോൾ ഇസ്ലാമിൻ്റെ സനാതന മൂല്യങ്ങളോടൊന്നും വലിയ ആഭിമുഖ്യമൊന്നും അവർക്ക് ഉണ്ടാവില്ല. എന്നാലും അവരുടെ ഒരു സംസ്കാരം വഴിയിൽ വെച്ച് അവർ കണ്ടുപിട്ടി, ആഫാക്കല്ലാ, അള്ളാഹു ആഫിയത്ത് തരട്ടെ, സല്ലമക്കല്ല, അള്ളാഹ് നിന്നെ രക്ഷിക്കട്ടെ, ഷഫാക്കല്ല, അള്ളാഹു നിന്റെ രോഗം മാറ്റട്ടെ, അയ്യദക്കല്ല, അള്ളാഹു നിനക്ക് ശക്തി തരട്ടെ. എത്ര ദുആ ആണ്. ഒന്ന് അറബികൾ തമ്മിലൊന്ന് മീറ്റ് ചെയ്ത് അവരിങ്ങനെ കൈ ഇങ്ങനെ ഷെയ്ക്കാൻ്റെ ഇത് കുലിക്കുന്നതിൻ്റെ ഇടയിൽ 10-15 ദുആ അവിടെ വെച്ച് നടത്തിയിട്ടുണ്ടാകും. ഇതൊരു കൾച്ചറാണ്, ഇതിനെ ഡെവലപ്പ് ചെയ്യണം. ആരൊരു നന്മ ചെയ്താലും അവർക്ക് നന്മയോടുകൂടെയുള്ള ഒരു ദുആ കൊടുക്കണം. ജസാക്കല്ലാഹ്. ഒരു പേന എഴുതാൻ ഒരാളെടുത്തുനിന്ന് വാങ്ങി താങ്ക്സ് നമ്മൾ പറയും, ഈ താങ്ക്സ് നന്ദിയടാ എന്ന് പറയുന്നതുകൊണ്ട് എന്ത് കാര്യം കിട്ടണത്? അയാൾക്കൊരു മനസ്സംതൃപ്തി ഉണ്ട്, ഓക്കെ ശരിയാണ്, നന്ദി എന്ന് നമ്മൾ പറയും. പക്ഷെ ഒരു ദുആ കൊടുക്കണ്ടേ? ജസാക്കല്ലാഹ് അഹ്സനൽ ജസാ. നീ എൻ്റെ കയ്യിൽ പേനയില്ലാതെ വന്നപ്പോൾ നിൻ്റെ പേന ഒരു സൈൻ ചെയ്യാൻ
എനിക്ക് നീ മാറ്റി തന്നതിനുള്ള പ്രത്യുപകാരം ഇതിലും വലുത് അള്ളാഹു നിനക്ക് തരട്ടെ. ജസാക്കല്ലാഹ് അഹ്സനൽ ജസാ. അതൊരു ദുആ ആണ്. എവിടെ പോയാലും പ്രാർത്ഥന. രണ്ട് മുഅ്മിനീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ദുആ. അങ്ങനെ പുതിയ പുതിയ സംസ്കാരങ്ങളെ മതത്തിൻ്റെ തന്നെ കൂടെ ഒരു 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 നമ്മളുടെ ഒരു പ്രയോഗമായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവരണം. അങ്ങനെയെല്ലാം അത് ഡ്രസ് കോഡിൽ, അത് സംസാരങ്ങളിൽ, അത് ഇടപെടലുകളിൽ, അത് ഭാഷയിൽ, എല്ലാ കാര്യങ്ങളിലും ആ സംസ്കാരത്തെ കൊണ്ടുവരണം. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ജീവിതം അത് ഇസ്ലാമിൻ്റെ ജീവിതമാണ്. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ജീവിതം അത് ഇസ്ലാമിൻ്റെ സൗന്ദര്യമാണ് എന്ന് മറ്റുള്ളവർ വിലയിരുത്തുകയാണ്. നമ്മുടെ ജീവിതമാണ് മതം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിന് വീട്ടിലെ ഒരു സംസ്കാരം ഇങ്ങനെ രൂപപ്പെട്ടു വരണം. ഉമ്മ കഥ പറഞ്ഞു കൊടുക്കണം, ഉപ്പ കഥ പറഞ്ഞു കൊടുക്കണം, ജ്യേഷ്ഠൻ വഴികാട്ടിയാകണം, പെങ്ങള് കൗൺസിലിംഗ് സെന്റർ ആകണം, വല്യമ്മ വല്യമ്മാന്റെ റോളിലിരിക്കാൻ വല്യമ്മക്ക് പക്വത വരണം. ഇരുത്തം വന്ന വല്യമ്മ, ഇരുത്തം വന്ന വല്യപ്പ എന്ന് പറയാറുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. അപ്പൊ ഒരു കുടുംബം, ആ കുടുംബത്തിന്റെ അകത്തെല്ലാം ഉണ്ടാകും. SSLCയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ കുഞ്ഞുമോനോട് +2-ലെത്തിയപ്പോൾ A+ പോയിട്ട് 1-2 വിഷയങ്ങൾ ഫെയിലായിപ്പോയി. അധ്യാപകർക്ക് അതൊരിക്കലും സഹിക്കാൻ കഴിഞ്ഞില്ല. ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയി 1-2 അധ്യാപകർ ഈ കുട്ടിയെ ഒന്ന് കൗൺസിൽ ചെയ്തപ്പോൾ ഈ കുട്ടി ആദ്യമൊക്കെ ഒന്ന് പറയാൻ മടിച്ചു. പിന്നെ ഈ കുട്ടി പറഞ്ഞു, എൻ്റെ ടീച്ചേഴ്സ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. SSLCയുടെ എല്ലാ വിഷയത്തിലും A+ നേടിയ ഞാൻ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ A+ പോയിട്ട് 1-2 വിഷയങ്ങൾ തോറ്റ് തൊപ്പിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എൻ്റെ വിദ്യാലയമല്ല, എൻ്റെ അധ്യാപകരല്ല, എൻ്റെ കൂട്ടുകാരല്ല, എൻ്റെ സഹപാഠികളല്ല, എൻ്റെ വീട്ടിലെ സാഹചര്യമാണ്. എൻ്റെ ഉപ്പയും ഉമ്മയും എന്നും ശണ്ടയിലാണ്, തല്ലിലാണ്, സംഘർഷങ്ങളിലാണ്. അതുകൊണ്ട് എൻ്റെ വീടൊരു യുദ്ധഭൂമിയാണ്. പഠിക്കാൻ കോൺസെൻട്രേഷൻ ഇല്ല. നീ ഇവരെങ്ങാൻ ഈ കുട്ടികളുടെ ഏറ്റവും വലിയൊരു ആങ്സൈറ്റി, ഉത്കണ്ഠ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? തല്ലി 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 പെരുവഴിയിലായി പോയാൽ, കോടതിയിലേക്ക് എത്തിപ്പോയാൽ എൻ്റെ ഉമ്മ ഒരു വഴിക്ക്, എൻ്റെ ഉപ്പ ഒരു വഴിക്ക്, എനിക്ക് രണ്ടാളെയും വേണം എന്ന് മാതാവിനെ പറ്റി, പിതാവിനെ പറ്റി മകൾ അധ്യാപകരോട് പരാതി പറയുന്ന കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ബീഭത്സജനകമായ അന്തരീക്ഷത്തിൻ്റെ നടുത്തളത്തിലാണ് പുതിയ കുടുംബ സംവിധാനങ്ങളെ ഇസ്ലാമിൻ്റെ പരിപ്രേക്ഷ്യത്തോടുകൂടെ നമ്മൾ വായന നടത്തുന്നത്. അപ്പം എന്ത് വേണം? നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മുടെ കൾച്ചറുകളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് ആ രീതിയിലൊക്കെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മുഅ്മിനിൻ്റെ മാന്യത, മുഅ്മിനിൻ്റെ വില, ഒരു മുഅ്മിനിൻ്റെ വ്യക്തിത്വം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. മുഅ്മിനിൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കുമ്പോഴാണ് ഈ മേഖലയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുള്ളൂ. ഹു ഈസ് എ മുസ്ലിം? ഹറാമുൻ ദമുഹു വമാലുഹു വഇർദുഹു അൽ മുസ്ലിമു ലിൽ മുസ്ലിം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മുസ്ലിം ഹറാമുൻ ദമുഹു വമാലുഹു വഇർദുഹു, അവൻ്റെ അഭിമാനം, അവൻ്റെ മാനം, അവൻ്റെ അഭിമാനം, അവൻ്റെ ധനം, അവൻ്റെ സമ്പത്ത് എല്ലാം നിഷിദ്ധമാണ്. അപ്പോൾ ഒരു തരം ഇൻസൾട്ടിങ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്, പുതിയ കാലം. നമ്മളെ വാട്സപ്പിലൊക്കെ എത്ര ട്രോളുകളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? വാട്സപ്പ് ട്രോളുകൾക്കൊരു യാതൊരു വിഷയമില്ല. കട്ടൻ ചായ കുടിക്കുന്ന ലാഘവത്തോടെ നമ്മൾ നാട്ടുകാരെ ചീത്ത പറയുക, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ ട്രോളുക. ഈ ട്രോളാണ് ഇമേജുകൾ വേണമെന്നില്ല, സ്ക്രിപ്റ്റുകൾ മതി, സ്ക്രിപ്റ്റുകൾ വേണമെന്നില്ല, ചില സൂചനകൾ മതി. ഇതൊക്കെ പുതിയ കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ കാലത്ത് ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ആളുകളെ കളിയാക്കുക, പരിഹസിക്കുക. ഇസ്ലാം അതിനെ വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉളവാക്കുന്ന തെറ്റായി കണ്ടു. കാനു യഹ്ദിഫൂന അഹ്ല ത്വരീഖ്, ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു പോകുന്ന ആൾക്കാരെങ്ങനെ പരിഹസിക്കുമായിരുന്നു. വയസ്ഖറൂന മിൻഹും, അവരെങ്ങനെ കളിയാക്കി പറയായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ മിമിക്രി, മോണോ ആക്റ്റുകളൊക്കെ തന്നെ ഒരു തരത്തിലുള്ള അനുകരണങ്ങൾ, ജനങ്ങൾ ചിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ, അല്ലേ? ഇതൊക്കെ ഒരു കലയായി രൂപാന്തരം പ്രാപിക്കുക. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ട്രോളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഒരു മനുഷ്യനെ, ആ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ സോഷ്യൽ മീഡിയയിലൂടെ പച്ചക്ക് നശിപ്പിക്കുക. ഒരു മനുഷ്യൻ്റെ പ്രതാപത്തെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അയർല്, അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ട് അഭിമാനത്തെ ചവറ്റുകൊട്ടയിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വലിച്ചെറിയുക.
അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, പരിശുദ്ധവതിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹകൈതു ഇൻസാനാ, വിശുദ്ധ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കയറി വന്നൊരു മനുഷ്യൻ ഒരു പ്രത്യേക താളത്തിലും പ്രത്യേക ശൈലിയിലുമാണ് സംസാരിച്ചിരുന്നത്. ആ ശൈലി ഞാൻ എടുത്തു. അയാളെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ആയിഷ ബീവി ഒന്ന് തമാശക്ക് അയാൾ പറഞ്ഞ ആ താളത്തിലൊന്ന് പറഞ്ഞു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ട നബി തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാണ്, മാ ഉഹിബ്ബു അന്നി ഹകൈതു ഇൻസാനാ. ആയിഷ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ഒരാളെ ആ രീതിയിൽ അപഹസിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, എനിക്കത് ഇഷ്ടമല്ല. ആയിഷ ബീവി പറഞ്ഞു, ഞാൻ അതോടുകൂടെ ഹിക്കായത്ത് നിർത്തി. ആയിഷ ബീവി പറയാൻ, അതോടുകൂടെ ഞാൻ ഒരാളുടെ ശൈലി, ഒരാൾ പറഞ്ഞ അല്ലെങ്കിൽ ഒരാളുടെ വാക്കുകളെ എടുത്തിട്ട് അദ്ദേഹത്തെ പരിഹസിക്കുന്ന സ്വഭാവം ഞാൻ നിർത്തിയിരുന്നു. പിന്നെ വേറെ ഒരു ക്രിയാത്മകത നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്, ചിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. വൈലുൽ ലില്ലദീ യുഹദ്ദിസു ബിൽ ഹദീസ് ലിയുദ്ഹിക ബിഹിന്നാസ, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം ചില കമാൻഡ്സ്. കുഴപ്പമില്ല, ചില ഫലിതങ്ങൾ പറയുന്ന സമയത്ത് ആ ഫലിതത്തിൽ എന്തെങ്കിലും ഒരു ഇബറത്ത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതില്ല. ജനങ്ങളിങ്ങനെ ചിരിക്കണം, ജനങ്ങളിങ്ങനെ അപഹസിക്കുന്നതിൻ്റെ കൂടെ നിൽക്കണം. ഫയഖ്ദിബു, അതിനുവേണ്ടി അവൻ കളവിൻ്റെ മുകളിൽ കളവിനെ പടച്ചുണ്ടാക്കി പറയുകയാണ്, വൈലുല്ലഹു വൈലുല്ലഹു, അവനാണ് വൈൽ എന്ന നരകം, അവനാണ് വൈൽ എന്ന നരകം എന്ന് 3 വട്ടം പരിശുദ്ധ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പിന്നെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. പൊതുവേദികളിൽ പുതിയ എപ്പിസോഡുകളായിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അല്ലേ. ഇപ്പൊ കോമഡിക്കൊക്കെ മാമാങ്കങ്ങളാണ്, ആഘോഷ പരിപാടികളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. നിങ്ങൾ ഒരു വിഭാഗം ആൾക്കാർ വേറൊരു വിഭാഗം ആൾക്കാർ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യരുത്. കാരണം ഈ കളിയാക്കപ്പെടുന്ന ആളുകൾ കളിയാക്കുന്നവരെക്കാൾ പല വിഷയത്തിൽ ഉഷാറായിരിക്കും. വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു പെണ്ണും വേറൊരു പെണ്ണിനെ അധിക്ഷേപിക്കരുത്. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, ഈ കളിയാക്കുന്ന പെണ്ണുങ്ങന്മാരെക്കാൾ എത്രയോ ഉഷാറായിരിക്കും കളിയാക്കപ്പെടുന്ന പെണ്ണുങ്ങന്മാർ. അതവർ മനസ്സിലാക്കിയിട്ടുണ്ടാകൂല. പിന്നെ എന്തിനാണ് ആ പണിക്ക് നിൽക്കുന്നത് എന്ന് അല്ലാഹു സർവനാഥനായ തമ്പുരാൻ നമ്മളോട് പറയാൻ. അപ്പോൾ ഡിസേബിൾഡ് ആയ ആൾക്കാരെ കളിയാക്കരുത്, മെൻ്റലി ആൻഡ് ഫിസിക്കലി. അല്ലാഹു തആല മെൻ്റലി ഡിസേബിൾഡ് ആയ കുറേ ആളുകളെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു ഇബറത്താണ്. അവർക്ക് എന്ത് പ്രശ്നമുള്ളത്? മെൻ്റലി ഡിസേബിൾഡ് ആയ ആൾക്കാർ മാനസിക അസ്വാസ്ഥ്യമാണ്, അവർക്ക് ബോധമല്ല, അവർ ഭ്രാന്തന്മാർ എന്ന് നമ്മളെ വിളിക്കണേ. നമുക്ക് അവരെ കാണുമ്പോൾ വലിയ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ പടപ്പുകളാണ്ട് മരിച്ചാൽ പോരെ അല്ലാഹു തആലാന്റെ മലക്കുകൾ സ്വർഗത്തേക്ക് കൊണ്ടുപോകാൻ കാരണം ഒരു മനുഷ്യൻ സ്വന്തം ബോധത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താലാണ് കുറ്റക്കാരനാകുന്നത്. ഇവർക്ക് ബോധമുണ്ടോ? അബോധാവസ്ഥയിലുള്ള മനുഷ്യനെ പോലെയല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് ശരിക്കും അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തു. അവരുടെ തെറ്റ് തെറ്റല്ല, അള്ളാഹുവിൻ്റെ കണ്ണിൽ അവരുടെ തെറ്റ് തെറ്റല്ല. അവർക്ക് നിസ്കാരമില്ല, അവർക്ക് നോമ്പില്ല, പക്ഷെ ഭക്ഷണം കഴിക്കണേ, വെള്ളം കുടിക്കണേ, ഉഷാറായിട്ട് ഉറങ്ങണേ, തൊള്ളേ തോന്നിയതൊക്കെ അവർ പറയണേ, വേറുള്ളവർ ചിരിക്കണേ, എല്ലാം ശരിയാണ്. അവർ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് രണ്ടൊന്ന് കൂട്ടി വായിച്ചു നോക്കിയാണ്. ഭ്രാന്തുള്ള ആൾക്കാരും നമ്മളും ഇവിടെ കിടക്കണേ. അതുകൊണ്ട് ഡിസേബിൾഡ് ആയ ആൾക്കാർ, നീ ഫിസിക്കലി ഡിസേബിൾഡ് ആയ ആൾക്കാർ ഒരിക്കലും പറയാൻ പാടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു കാലിന് വണ്ണം കുറഞ്ഞ മനുഷ്യനായിരുന്നു, ഒരു കാലിന് സ്വാധീനമില്ലായിരുന്നു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറാഖ്, അറബികൾക്കിടയിലുണ്ടല്ലോ മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി അറാഖിൻ്റെ കൊള്ളി പൊട്ടിക്കണ ഒരു ശൈലി. അറാഖ് കൊള്ളി പൊട്ടിക്കാൻ മരത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിയപ്പോൾ വളരെ വേഗത്തിലാണ്, ഒരു കാലിന് സ്വാധീനമില്ലാതിരുന്നിട്ട് പോലും ഇബ്നു മസ്ഊദ് കയറിപ്പോയത്. ഇത് കണ്ടപ്പോൾ താഴെയുള്ള സഹാബികളിൽ ചിലർ ചിരിച്ചു. നേതാവായ ഗുരുനാഥൻ അത് ഇഷ്ടപ്പെട്ടില്ല, അത് രസിച്ചില്ല. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്? എനിക്കത് പറ്റിയില്ല. ഇബ്നു മസ്ഊദിൻ്റെ വണ്ണം കുറഞ്ഞ കാല് കണ്ടിട്ടല്ലേ നിങ്ങൾ ചിരിച്ചത്? ആർക്കും ഉണ്ടാട്ടില്ല. ശോകമൂകമായൊരു അന്തരീക്ഷം വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നി അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്ക് കേട്ടപ്പോൾ.
ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആരോഗ്യ ദൃഢഗാത്രരായ നിങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോ ഇബ്നു മസ്ഊദിന്റെ ഈ വണ്ണം കുറഞ്ഞ കാല് മീസാൻ എന്ന തുലാസിന്റെ ഒരു തട്ടിലേക്ക് ഇട്ടാൽ മറ്റേ തട്ടിൽ ഉഹദ് പർവ്വതത്തെ കൊണ്ടുപോയി വെച്ചാലും കൂലിയുടെ വിഷയത്തിൽ ഇബ്നു മസ്ഊദിന്റെ കാല് വെച്ച തട്ട് അത് നിലത്ത് തട്ടും സഹാബ. ആ ഒരൊറ്റ കാല് മതി ഇബ്നു മസ്ഊദിന് സ്വർഗത്തിൽ ഓടിപ്പോകാൻ. ഈ മരത്തുമ്മ കയറിയതിനേക്കാൾ വേഗത്തിൽ എൻ്റെ ഇബ്നു മസ്ഊദ് സ്വർഗത്തിൽ ഓടും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹുവ അസ്ഖലു ഫിൽ മീസാൻ. ഇബ്നു മസ്ഊദിന്റെ ആ കാല് മീസാനിൽ ഭാരമുള്ള കട്ടിയാണ്. മിൻ ജബലി ഉഹദ്, എന്നെ ഇഷ്ടപ്പെടുന്ന ഞാൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട ഉഹദ് പർവ്വതത്തേക്കാൾ. മദീനയിൽ ഏറ്റവും ഔന്നിത്യമുള്ള പർവ്വതമാണ് ഉഹദ്. ഉഹദ് പർവ്വതത്തെ പറ്റിയാണ് നബി തങ്ങൾ പറഞ്ഞത്, ജബലു യുഹിബ്ബുനി വ ഉഹിബ്ബുഹു. ആ മല ഉണ്ടല്ലോ, ആ ഉന്നതമായ ശ്രീകോവിലിൽ നിലകൊള്ളുന്ന പർവ്വതം, ആ പർവ്വതം അമ്പരത്തെ ചുംബിക്കുന്ന പർവ്വതമാണ്. അത് ജബലുൻ യുഹിബ്ബുനി, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. വ ഉഹിബ്ബുഹു, ഞാൻ തിരിച്ച് ആ പർവ്വതത്തെയും ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഉഹദിനേക്കാൾ ഭാരാണ് എൻ്റെ ഇബ്നു മസ്ഊദിൻ്റെ വണ്ണം കുറഞ്ഞ കാല് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് പറഞ്ഞതും വലുതായിട്ട് പറഞ്ഞതും എന്ന് പറഞ്ഞാൽ, ഒരുത്തൻ വേറെ ഒരുത്തനെതിരെ നമ്മളെ നാട്ടിൽ എന്തോ ഒരു സ്പ്ലിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ചീത്ത പറഞ്ഞു. ആ ചീത്ത പറഞ്ഞപ്പോൾ ഒരു ഗ്രൂപ്പിൽ 250 ആൾക്കാരുണ്ട്. ആ ആൾക്കാരെല്ലാവരും ഇടയിലിട്ടിട്ടാണ് ഇവനെതിരെ മറ്റോനെതിരെ ഒരു വോയിസ് ക്ലിപ്പ് അയച്ചത്. അപ്പോൾ ഒരു സഭയിൽ വെച്ചിട്ട് അവനെ അപമാനിച്ചതിന് തുല്യമായി. അപ്പോൾ അത് കേട്ടിട്ട് അത് ഇഷ്ടപ്പെട്ട, മറ്റോനെ ചീത്ത പറഞ്ഞത് ഇഷ്ടപ്പെട്ട, അതിലൊരു സുഖം കിട്ടിയ വേറൊരുത്തന് ആ ചീത്തക്കൊരു ലൈക്ക്. അല്ലാഹുവിൻ്റെ അടുക്കൽ അപാരമായ തെറ്റാണ്. ഇങ്ങനെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ കിതാബ് കിട്ടും നമുക്ക്. നമ്മുടെ സമാഹാരം, നമ്മുടെ ഗ്രന്ഥത്തിൻ്റെ ഒരു സമാഹാരം കിട്ടും നാളെ മഹ്ശറയിൽ. വലിയ കട്ടിയുള്ളൊരു കിതാബ്. നമ്മൾ ദുനിയാവിൽ ചെയ്തു പോയ തെറ്റ്, നമ്മുടെ മൗനം, നമ്മുടെ അടക്കം, നമ്മുടെ അനക്കം, നമ്മുടെ ചലനം, നമ്മുടെ വാക്ക്, നമ്മുടെ നോക്ക്, എല്ലാം അതിനകത്ത് സ്ക്രിപ്റ്റായി കിടക്കുന്നുണ്ടാകും. യഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് لا يغادر صغيرة ولا كبيرة إلا أحصاها. يقولون, ദുനിയാവിൽ ചെയ്തു പോയ തെറ്റിൻ്റെ സമാഹാര ഗ്രന്ഥം കിട്ടുന്ന ആൾക്കാർ ഇതൊക്കെ പാടെന്ന് മറിച്ച് നോക്കിയിട്ട് യഖൂലൂന, അവർ പറയുന്നതാണ്, യാ വൈലതന, പടച്ചോനെ വല്ലാത്ത കഷ്ടം, വല്ലാത്ത അത്ഭുതം, മാ ലിഹാദൽ കിതാബ്, എന്തൊരു ഗ്രന്ഥമാണിത്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ, ഞാൻ ദുനിയാവിൽ ചെയ്തു പോയ ചെറിയ തെറ്റിനെയും അത് വിട്ടുപോയിട്ടില്ല, വലിയ തെറ്റിനെയും ഇന്ന് ഡിലീറ്റ് ആക്കപ്പെട്ടിട്ടില്ല. ഇല്ല അഹ്സ്വാഹ, എൻ്റെ ആംഗ്യ വിക്ഷേപം, എൻ്റെ ഒരു തംസപ്പിൻ്റെ ലൈക്കിൻ്റെ ചിഹ്നം പോലും അതിനകത്ത് ക്ലിപ്തമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നാളെ മഹ്ശറയിൽ കിതാബ് കിട്ടുന്ന ഇവൻ പറയും. അപ്പോൾ കയ്യും കാലും നല്ലോണം സൂക്ഷിക്കണം, നാവ് അതിലേറെ സൂക്ഷിക്കണം. വോയിസ് ക്ലിപ്പ് വിടണ ആയുധം നാവാണ്. മെസ്സേജുകൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന ആയുധം കൈയാണ്. മുസ്ലിമാരാണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞതോ നാവിനെയും കയ്യിനെയും സൂക്ഷിച്ചവനാണ്. ഈ വാട്സപ്പും ഫേസ്ബുക്കും ഇല്ലാത്ത കാലത്ത് സഹാബികൾ ചോദിക്കുന്നത്, മനിൽ മുസ്ലിമു യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ, ഹു ഈസ് എ മുസ്ലിം? അള്ളാന്റെ റസൂലിന് പറയാമായിരുന്ന നിസ്കാരം ഉള്ളവനാണ്, ഖുർആനോത്തുള്ളവനാണ്, ഹജ്ജുള്ളവനാണ്, സകാത്തുള്ളവനാണ്. ഒന്നും പറഞ്ഞില്ല. പരിശുദ്ധ റസൂല് പറഞ്ഞു, നിങ്ങൾ ചോദിച്ച മുസ്ലിം ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ ലിസാൻ, നാവ്, വയദിഹി, കയ്യ്, ഈ രണ്ട് അവയവങ്ങളെ സൂക്ഷിച്ചവനാണ് മുസ്ലിം. ഇതിനെ സൂക്ഷിക്കാതെ എന്ത് നിസ്കാരം ഉണ്ടായിട്ടും കാര്യമില്ല, ഇതിനെ സൂക്ഷിക്കാതെ എന്ത് ഹജ്ജ് ഉണ്ടായിട്ടും കാര്യമില്ല, ഇതിനെ സൂക്ഷിക്കാതെ എന്ത് സകാത്ത് ഉണ്ടായിട്ടും കാര്യമില്ല, ഇതിനെ സൂക്ഷിക്കാതെ എന്ത് ഖുർആൻ പാരായണം ഉണ്ടായത് കൊണ്ടും ഫലമില്ല, ഫലം നാസ്തി, ഒരു കാര്യമില്ല. ബിഗ് സീറോ, ബിഗ് സീറോ. കാരണം ഈ ചെയ്ത അമലിനൊക്കെ പൊളിക്കാൻ ഈ നാവ് എന്ന് പറയുന്ന ആയുധത്തിന് അസാമാന്യമായ ശക്തി അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഏതായി ആയുധം? ഒരു വാള് കൊണ്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ആൻറ്റിബയോട്ടിക് കിട്ടും. ആ മെഡിസിന് പുരട്ടി ഒരു ബാൻഡേജ് ഇട്ട് കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ വെട്ടി അടയാളം പോലും കാണൂല. അപ്പോൾ വാളിനേക്കാൾ മൂർച്ച നാവിനാണ്. കാരണം എന്താ?
ആ വാള് കൊണ്ട് വെട്ടി. അതേ സമയത്ത് തന്നെയാണ് വേറൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വേറൊരു സുഹൃത്തിനെ നാവ് കൊണ്ട് പരിക്കേൽപ്പിച്ചത്. നീ അങ്ങനെയാടാ, നീ ഇങ്ങനെയാടാ. ഇവിടെ മുറിവ് പറ്റിയ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വ്രണം ആൻറ്റിബയോട്ടിക് കൊണ്ട് ഉണങ്ങിപ്പോയി 2 മാസങ്ങൾക്ക് ശേഷം. പക്ഷെ നാവ് കൊണ്ട് മുറിവേറ്റവൻ്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല. കൊല്ലം 5 കഴിഞ്ഞു. അവർ തെറ്റി നടക്കാൻ മഹല്ല് കമ്മിറ്റി മസ്ലഹത്തിന് വിളിച്ചു. തെറ്റി നടക്കാൻ പാടില്ല, പിണങ്ങി നടക്കാൻ പാടില്ല. നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം, നിങ്ങൾ ആലിംഗനം ചെയ്യണം. അവരെ 2 വിളിച്ചിട്ട് മഹല്ല് കമ്മിറ്റി കോംപ്രമൈസിങ് സിറ്റിങ്ങിൽ നന്നാക്കി പറഞ്ഞയച്ചു. അവർ ശരിക്ക് മുസാഫഹത്തൊക്കെ ചെയ്ത് പിരിഞ്ഞു. പിന്നെ 5 കൊല്ലം അവർ സുഹൃത്തുക്കളെ പോലെ ജീവിച്ചു. അപ്പോൾ 10 കൊല്ലമായി ടോട്ടൽ. 11ാമത്തെ കൊല്ലം ഇവനോട് എന്തോ ഒരു അസംതൃപ്തി മറ്റവനുണ്ടായപ്പോൾ പറഞ്ഞു, എന്നാൽ ഈ 10 കൊല്ലം മുമ്പ് അന്ന് വാട്സപ്പിൽ എന്നെ പറ്റി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അത് ജന്മമുണ്ടെങ്കിൽ ഞാൻ മറക്കൂല. വീണ്ടും തുടങ്ങി. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു, രസിക ശിരോമണിയായ കുഞ്ചൻ നമ്പ്യാർ, അമ്പുകൊണ്ടുള്ള വ്രണം കാലത്താൽ നികത്തിടും, കൊമ്പുകൾ കണ്ടിച്ചാലും പ്രതാപം കീളിർത്തിടും, കാട്ടുതീ വന്നാൽ വനം പിന്നെയും തളിർത്തിടും, കേട്ടുകൂടാത്ത നാക്കാമായുധം പ്രയോഗിച്ചാൽ ജന്മങ്ങൾക്കകം പുക്കൂ പുണ്ണായാലതു പിന്നെ. കേട്ടുകൂടാത്ത നാവാകുന്ന ആയുധം അത് ഒരിക്കലും ഉണങ്ങൂല. മുഅ്മിനാരാണ്, മുസ്ലിമാരാണ്, നാവ് സൂക്ഷിച്ചവനാണ്. വയദിഹി, കയ്യിനെ സൂക്ഷിച്ചവനാണ്. ഇന്നത്തെ കാലത്ത് നാവും കൈ ഒരാൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ പറ്റൂല എന്നതിൻ്റെ അർത്ഥം അല്ലേ? അപ്പം എത്ര സൂക്ഷ്മത വേണം ഒരു മുസ്ലിമിന്? നാവിനെയും കയ്യിനെയും സൂക്ഷിക്കുക. എന്നാൽ ഇതൊക്കെ നന്മക്ക് വേണ്ടി ഉപയോഗിച്ചാൽ, നാവ് നന്മക്ക് വേണ്ടി ഉപയോഗിച്ചു, അള്ളാഹുവെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ അള്ളാഹുവെ നിൻ്റെ ദീനിനെ എംപവർമെൻറ്റ് നടത്തി, നിൻ്റെ ദീനിന് ശക്തി കൊടുത്തു, നിൻ്റെ ഓരോ മെസ്സേജുകളും ചെറുപ്പക്കാരൻ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളെ സംഘടിപ്പിക്കാനാണ്. നമ്മളെ പ്രവാസി സുഹൃത്തുക്കൾ അത്ഭുതവും. ഗൾഫിലൊക്കെ നമ്മൾ പോയി നോക്കുമ്പോൾ അർദ്ധരാത്രി കഫ്തീരിയയിലെ ജോലി കഴിഞ്ഞ് വരികയാണ് നമ്മുടെ പാവം പ്രവാസി. കമ്പനിയിലെ ജോലി കഴിഞ്ഞ് വരികയാണ് നമ്മുടെ പാവം പ്രവാസി. ഷിഫ്റ്റിൻ്റെ ഡ്യൂട്ടിയാണ്. നാളെ പ്രഭാതം പുലർന്നാൽ വീണ്ടും പോകണം. ഇവനൊക്കെ 12 മണിക്ക് ഉറക്ക് തൂങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് ഡബിൾ കട്ടിൽ, ത്രിബിൾ കട്ടിൽ, എയർ കണ്ടീഷൻ ഇട്ടിട്ട് AC ഇട്ടിട്ട് ലൈറ്റ് അവിടെ ഓണാക്കാനേ പറ്റൂല. കാരണം ഷിഫ്റ്റിന് വന്ന ആൾ നേരത്തെ അവിടെ കടന്നുറങ്ങുണ്ടാകും. അതുകൊണ്ട് ഒച്ച പാടില്ല, ലൈറ്റ് ഇടാൻ പാടില്ല. ഈ കഷ്ടപ്പാടുകൾക്കിടയിൽ, ഇരുട്ടിൻ്റെ ഇടയിൽ അവൻ്റെ കട്ടിൽ തപ്പി കണ്ടെത്തി തലയിണയോട് തലചേർത്തിരിക്കുമ്പോൾ മക്കളെ ഓർക്കുന്നതിൻ്റെ കൂടെ, ഭാര്യയെ ഓർക്കുന്നതിൻ്റെ കൂടെ, ജോലി ഭാരത്തിൻ്റെ തളർച്ചയുടെ കൂടെ, നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് എടുത്തിട്ട് നമ്മുടെ റിലീഫ് എന്തായി, നമ്മളെ പാവങ്ങളെ സഹായിക്കുന്ന കർമ്മപദ്ധതി എന്തായി, ഇവൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് അർദ്ധരാത്രി ലോകം മുഴുവൻ തണുപ്പിൻ്റെ കരിമ്പടം പുതച്ചുറങ്ങുമ്പോൾ മണലാരണ്യത്തിൽ കുറുക്കൻ ഓരിയിടുന്ന ശബ്ദമാണ് നമ്മുടെ പ്രവാസിയുടെ വോയിസ് ക്ലിപ്പിൻ്റെ കൂടെ കേട്ടത്. ആ പ്രവാസിയെ എങ്ങനെ മറക്കാൻ കഴിയും നമുക്ക്? എൻ്റെ പ്രിയപ്പെട്ടവരെ, മരങ്ങളെല്ലാം കൊണ്ട് വെയിലാണ് ഈ തണല്. ആ മാമരം മരുഭൂമിയിൽ പോയിട്ട് മൂർത്താവിൽ വെയിൽ കൊണ്ടപ്പോൾ ആ മരത്തിൻ്റെ ചോട്ടിൽ പാർക്കണ കേരളത്തിൽ നല്ല തണല് കിട്ടി. നട്ടുച്ച നേരത്തൊക്കെ നമ്മൾ ചൂട് സഹിക്കാൻ വയ്യാതെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയി നിൽക്കുമ്പോണ്ടല്ലോ നമ്മളെ കുട്ടികളൊരു വാക്ക് പറയണ്, ഓ ഈ മരത്തിൻ്റെ ചോട്ടിൽ എന്തൊരു സുഖം എന്ന്. ആരെങ്കിലും പറയാറുണ്ടോ ഈ മരത്തിൻ്റെ മൂർധാവിൽ കൊള്ളുന്ന വെയിൽ നമ്മൾ ചിന്തിച്ചോന്ന്? ആരും അവിടെ പറയാറില്ല. അങ്ങനെയാണ് കറവ പശുവായ പ്രവാസി. എല്ലാം ഊറ്റി കുടിക്കപ്പെടുകയാണ്. ആ പ്രവാസി തളർന്നാൽ നമ്മുടെ നാടിൻ്റെ നട്ടെല്ല് പൊട്ടും. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാർ പലരുണ്ട്, ദുഹ പതിവാക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ പാവം പ്രവാസിക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം. നാട് മറന്ന് വീട് മറന്ന് കഷ്ടപ്പെടുകയാണ് മണലാരണ്യത്തിൽ. അപ്പോൾ അവരുടെയൊക്കെ ചില വോയിസ് ക്ലിപ്പുകൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ദീനീ പ്രഭാഷണങ്ങളൊക്കെ ഇട്ട് നന്നായ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ എത്ര സഹോദരങ്ങളാണ് വിളിക്കാറുള്ളത്. മസ്അല ചോദിച്ചിട്ട് മതപണ്ഡിതന്മാരെ സമീപിക്കുന്ന ആൾക്കാരിൽ എന്തേ ഇങ്ങനൊരു പ്രസംഗം കേട്ടപ്പോഴാണ് ജനാബത്തിൻ്റെ കുളി ശരിയാവാൻ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലായത്. ഇങ്ങനൊരു പ്രസംഗം കേട്ടപ്പോഴാണ് ഫർദ് ഇതാണ്, സുന്നത്ത് ഇതാണ്, ഹറാം ഇതാണ്, കറാഹത്ത് ഇതാണ് എന്ന് ബോധ്യപ്പെട്ടത്.
അതുകൊണ്ട് ദീനീ പ്രഭാഷണങ്ങൾ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിനൊരു അടുക്കും ചിട്ടിയുണ്ടായത് എന്ന് പറയുന്നതും സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസിയും നാട്ടുകാരനായ ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പം അതതിൻ്റെ ഉപയോഗമുണ്ട്, യൂസിങ് ഉണ്ട്, മിസ്യൂസിങ് ഉണ്ട്. ഒരു ഭാഗത്ത് അത് മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അപകടങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബിനികൾക്ക് വ്യക്തമായ അവബോധം കൊടുക്കാൻ സാധിക്കണം. സമൂഹത്തിൻ്റെ ഇടയിൽ എംപവർമെൻ്റ് ഉണ്ടാകണം, അവർ ഉഷാറാകണം. അപ്പം അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ തൗഫീഖോട് കൂടെ നമുക്കൊക്കെ ഉസ്താദുമാർ, ദീനീ പണ്ഡിതന്മാർ ഇഷ്ടം പോലെയായി കേരളത്തിൽ. വാഫി ഹുദവി ജാമിയയുടെ ജൂനിയർ കോളേജ് പോലെയുള്ള മത ഭൗതിക സമന്വയ ബിരുദവും കേരളത്തിൽ ഒരുപാടായി. വിനീതനായ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ പുതിയതായി വളാഞ്ചേരിയിൽ പുതിയതായി തുടക്കം കുറിച്ച ഒരു കോഴ്സ് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാൻ പരിചയപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. SSLC കഴിഞ്ഞ് മുഴുവൻ വിഷയത്തിലും A+ നേടിയ നല്ല ഫുൾ ബ്രൈറ്റായ കുട്ടികളെ സെലക്ട് ചെയ്ത് ഈ കുട്ടികൾക്ക് 5 കൊല്ലം കൊണ്ട് മതവിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ശരിക്ക് പകർന്നു കൊടുത്ത് ഹദീസ്, ഖുർആൻ, തഫ്സീർ, ഫിഖ്, ഉസൂലുൽ ഹദീസ്, ഉസൂലുൽ ഫിഖ്, ഹിഫ്ലാക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട സൂറത്തുകൾ മുഴുവനുമല്ല, പ്രസംഗ പരിശീലനം, ഇമാമത്ത്, ഖുത്ബ, ദുആ, 4 ഭാഷകൾ, ഇതെല്ലാം ഒരു കുട്ടിക്ക് പഠിപ്പിച്ചിട്ട് അവനെ PSC പരീക്ഷ എഴുതാൻ വിടുകയാണ്. അവൻ അവിടെ വെച്ചിട്ട് തന്നെ സിവിൽ സർവീസ് പരീക്ഷയുടെ കോച്ചിങ് കൊടുക്കുക. ഇത്രയും വർഷങ്ങളെ കൊണ്ട് സർക്കാരിൻ്റെ മുഴുവൻ ഉദ്യോഗ മേഖലയിലേക്കും ഈ കുട്ടിയെ എത്തിക്കുകയാണ്. നമ്മുടെ ഈ പാഠ്യപദ്ധതിയുടെ മോട്ടോ തന്നെ ഇതാണ്: മതം പഠിച്ച ഭൗതിക ഉദ്യോഗസ്ഥൻ, ഒരു തഹസിൽദാർ, ഒരു വില്ലേജ് ഓഫീസർ, പക്ഷെ ദീനുള്ള തഹസിൽദാർ, ദീനുള്ള വില്ലേജ് ഓഫീസർ, ദീനുള്ള ഡെപ്യൂട്ടി കളക്ടർ, ദീനുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. പരിശുദ്ധ ഖുർആനിനെ അവൻ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ അവൻ്റെ ഉദ്യോഗം ഗവൺമെൻറ് ഉദ്യോഗമായിരിക്കും. അതുകൊണ്ട് ഈ കുട്ടിയെ നമ്മൾ കൊണ്ടുപോകുന്നത് ഗവൺമെൻറ് മേഖലയിലെ ഉദ്യോഗ മേഖലയിലേക്കാണ്. അതുകൊണ്ട് ആ സംവിധാനത്തെ വിജയിപ്പിക്കൽ ഈ ഉമ്മത്തിൻ്റെ ബാധ്യതയാണ് എന്ന് ഞാൻ നിങ്ങളോട് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ഉപ്പമാർ, എൻ്റെ ഉമ്മമാർ, എൻ്റെ ചെറുപ്പക്കാർ, എൻ്റെ പ്രവാസികൾ, ഈ സമ്പ്രദായത്തിൽ, ഈ സംവിധാനത്തിൽ വിനീതനായ എൻ്റെയും എനിക്ക് വേണ്ടപ്പെട്ട ഇതിൻ്റെ പ്രവർത്തകരുടെയും കൂടെ നിങ്ങൾ നിൽക്കണം എന്ന സഹോദരൻ്റെ ബുദ്ധിയ, നിങ്ങളുടെ ഇടയിൽപ്പെട്ട ഒരുത്തൻ എന്ന സ്നേഹത്തോടുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടെ ഈ ബാച്ചിനെ കൊണ്ടുപോകാൻ ആവശ്യമായ സ്മാർട്ട് ക്ലാസ് റൂമും ഓഡിറ്റോറിയവും ലൈബ്രറിയും ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ നമുക്ക് ഇപ്പോൾ എല്ലാ നിലക്കും സജ്ജീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമ്മളെ കുട്ടികളിൽ നിന്നൊന്നും ഈടാക്കാത്ത സ്ഥിതിക്ക് ഈ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുപോകാൻ, ഇവർക്ക് കൃത്യമായ PSC പരിശീലനങ്ങൾ കൊടുക്കാൻ, ഇവർക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാൻ, ഇവർക്ക് തീവ്ര പരിശീലനങ്ങൾ കൊടുക്കാൻ അതിൻ്റേതായ ചെലവുകൾ ഉണ്ടാകും. നിങ്ങൾക്കറിയാം, ഒരു കുട്ടിക്ക് ഒരു മാസം 2000 രൂപ, ഒരു വർഷം 20,000 രൂപ ഒരു കുട്ടിക്ക് ചെലവ് വരുന്ന ഒരു പദ്ധതി. എന്നാൽ ഈ നാടിന് അഴിമതിയില്ലാത്ത, സ്വജനപക്ഷപാതിത്വമില്ലാത്ത ഏത് മതക്കാരനും ഒരു ഫയലായിട്ട് തൻ്റെ മുമ്പിൽ വരുമ്പോൾ പടച്ച തമ്പുരാനെ ഞാൻ നീതി ചെയ്യണം എന്ന ബോധം ഉള്ളിൻ്റെ ഉള്ളിൽ പഠിച്ച ഇൽമ കൊണ്ട് അമല് ചെയ്യാൻ ബോധമുണ്ടാകുന്ന ഒരു കർമ്മ മണ്ഡലത്തിൽ സജീവമാകുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന് ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടെ അങ്ങനെ പഠിച്ചിറങ്ങുന്ന തഹസിൽദാർ, അങ്ങനെ പഠിച്ചിറങ്ങുന്ന വില്ലേജ് ഓഫീസർ ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച 12:30 മണിക്ക് എൻ്റെ ഓഫീസ് പൂട്ടും പ്രിയപ്പെട്ടവരെ. കാരണം എനിക്കപ്പുറത്തെ മഹലിൽ ഹുതുബോധനെന്ന് കൂടി പറയാനുള്ള ആർജവുള്ള പിന്നെ വില്ലേജ് ഓഫീസർ കൂടിയായിരിക്കും. അള്ളാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഉമ്മത്ത് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടെ ഔന്നത്യത്തിലേക്ക് എത്തി. ഒരു കാലത്ത് ബോംബെയിലെ മുസാഫർ ഖാനയിൽ പോയി ഹജ്ജിന് പോകുമ്പോൾ അടുത്ത ഷിപ്പ് ജിദ്ദയിലേക്കുള്ള, ജിദ്ദ പോർട്ടിലേക്കുള്ള അടുത്ത കപ്പൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എന്ന് കണ്ടപ്പോൾ ചമ്മാട് സാധാരണക്കാരനായ ചമ്മാട്ട ബാപ്പുട്ടി ഹാജിയും ചെമ്മുക്കം കുഞ്ഞാപ്പു ഹാജിയും ബോംബെയിലെ മുസാഫർ ഖാനയിൽ ഇരുന്ന് അവർ സാധനം വാങ്ങാൻ പുറത്തേക്ക് പോകുമ്പോൾ ഉപ്പിനും മുളകിനും പഞ്ചസാരക്കും കുരുമുളകിനും ഭാഷ അറിയില്ല. കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്ത് സംസാരിക്കുന്ന മലയാളം കൊണ്ട് ബോംബെയിലെ കടകമ്പോളങ്ങളിൽ ഒരു കാര്യവുമില്ല, ഒരു ഫായിദയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ചെമ്മുക്കം കുഞ്ഞാപ്പു ഹാജിനോട് ചെമ്മാട്ട മർഹൂം ബാപ്പുട്ടി ഹാജി പറഞ്ഞു, കുഞ്ഞാപ്പു ഹാജി, നമ്മുടെ സമുദായത്തിന് മതഭൗതികം ഭാഷ പഠിച്ച മക്കൾ വേണം.
ചെമ്മാട്ട് മാന്യപ്പാടത്ത് മണ്ണിട്ടിട്ട് ഏക്കറക്കണക്കിന് സ്ഥലത്ത് ഒരു കെട്ടിടണ്ടാക്കുമ്പോൾ ബാപ്പുട്ടി ഹാജിയോട് ആൾക്കാർ ചോദിച്ചു, ആജിയാരെ എന്തിനാണ് ഈ കലാലയം? ബാപ്പുട്ടി ഹാജി പറഞ്ഞു, ഇതിൽ പഠിക്കുന്ന മക്കൾക്ക് മതവും ഭൗതികവും ഇംഗ്ലീഷും അറബിയും ഉറുദുവും മലയാള സാഹിത്യവും ഈ കുട്ടികൾക്ക് കിട്ടണം. അവർ ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ ദഅവത്ത് നടക്കണം. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇതൊക്കെ നടക്കുമോ ആജിയാരെ? ആജിയാർ പറഞ്ഞു, ഇൻഷാ അല്ലാ. ഒറ്റ വാക്ക്. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ പോലെ, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. ഇന്ന് മലപ്പുറം ജില്ലയിലെ മമ്പാട്ടുകാരനായ ഒരു സാധാരണക്കാരൻ്റെ മകൻ സിംസാറുൽ ഹഖ് ഹുദവിയെ ലണ്ടനിലെ മലയാളികൾ ഡേറ്റ് കൊടുത്ത് വാങ്ങിയിട്ട് കാത്തിരിക്കാൻ, ഓക്ലാൻഡിലെ മലയാളികൾ കാത്തിരിക്കാൻ. ഇന്നലെ ഷാർജയിലാണെങ്കിൽ ഇന്ന് കാസർഗോഡ്, ഇന്ന് കാസർഗോഡാണെങ്കിൽ നാളെ അബുദാബിയിൽ എന്ന രീതിയിൽ ബഹുമാന്യനായ മുസ്തഫ ഹുദവിയാക്കോട് അദ്ദേഹം നാളെ ഇങ്ങോട്ട് വരാതിരിക്കാൻ കാരണം അദ്ദേഹം ഇന്ന് സൗദിയിലാണ്. അതുകൊണ്ട് മറ്റന്നാൾ അദ്ദേഹം ഇവിടെ വരികയാണ്. എൻ്റെ സുഹൃത്ത് ആസിഫ്, നിങ്ങളുടെ നാട്ടുകാരൻ, എന്നോട് പറഞ്ഞു മറ്റന്നാൾ ഇവിടെ പരിപാടി കഴിഞ്ഞിട്ട് ഖത്തറിലേക്കാണ് പ്രിയപ്പെട്ട മുസ്തഫ ഹുദവിക്ക് പരിപാടിക്ക് പോകാനുള്ളത്. എന്തേ? നമ്മുടെ മതപണ്ഡിതന്മാരായ ആളുകൾ ഉമ്മത്തിൻ്റെ പ്രതീക്ഷകളായി ഉയരാൻ അല്ലാഹു തആല ഇസ്സത്ത് കൊടുത്തത് ഒരു ബാപ്പുട്ടി ഹാജി എന്ന് പറയുന്ന സാധാരണക്കാരൻ്റെ മസ്തിഷ്കത്തിൽ അങ്കുരിച്ച ചിന്തയാണ്. അതിന് കുറേ ആൾക്കാർ എനർജി കൊടുത്തു, അതൊരു ഇന്ധനമായി മാറി. ഇപ്പം നിങ്ങൾ നോക്ക്, ഈ സമുദായത്തിൻ്റെ ഒരു ഇസ്സത്ത്, ഈ സമുദായത്തിൻ്റെ ഇസ്സത്ത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരാഴ്ച തമിഴ്നാട്ടിൽ പോയി ജീവിക്കണം, ഒരാഴ്ച ഗുജറാത്തിൽ പോയി ജീവിക്കണം, ജാർഖണ്ഡിൽ പോയി ജീവിക്കണം. നമ്മളെ മക്കൾ 10 വയസ്സുള്ള ഒരു കുഞ്ഞുമോനോട് നീ ഒന്ന് വുളു എടുത്ത് നിസ്കരിച്ച് കാണിച്ചതാ മോനെ എന്ന് പറഞ്ഞാൽ അസ്സലായിട്ട് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ലാതെ നമ്മുടെ കുഞ്ഞുമോൻ, നമ്മുടെ കുഞ്ഞുമോൾ വൃത്തിയായി വെടുപ്പായി നിസ്കരിച്ച് സലാം വീട്ടി കാട്ടിത്തരുമ്പോൾ ആ പൊന്നുമോൻ്റെ പൊന്നുമോളെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്തിട്ട് കേരളത്തിലെ ബാപ്പ, കേരളത്തിലെ ഉമ്മ പറയാൻ, അള്ളാഹുവേ എൻ്റെ കുഞ്ഞ് എൻ്റെ കണ്ണിൻ്റെ കുളിർമയായിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ പ്രായമുള്ള കുട്ടി ആന്ധ്രാപ്രദേശിൽ റിക്ഷ വണ്ടി വലിച്ച് നടക്കാൻ 15 വയസ്സുള്ള കുഞ്ഞിനോട് കേരളത്തിലെ ഉമ്മ പറയും, മോനെ മോളെ നിനക്ക് പ്രായപൂർത്തിയായിരിക്കുകയാണ്, ഇനി മുതൽ നീ ചെയ്യുന്ന തെറ്റിൻ്റെ ഉത്തരവാദി ഉമ്മയല്ല ഉപ്പയല്ല നീ തന്നെയാണ്. അള്ളാഹുവിനെ പേടിക്കണം, നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. ആന്ധ്രയിലെ 15 വയസ്സായ ആൺകുട്ടിയോട് ആന്ധ്രയിലെ മുസ്ലിമായ ഉമ്മയും ഉപ്പയും റൂമുക്ക് വിളിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട്, മോനെ ഇന്ന് നിനക്ക് പ്രായപൂർത്തിയായിരിക്കുകയാണ്. ബാപ്പ വലിച്ചു പോകുന്ന റിക്ഷാ വണ്ടിയെപ്പോലെയുള്ള മറ്റൊരു റിക്ഷാ വണ്ടി നമ്മുടെ വീട്ടിൻ്റെ ഷെഡിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് കാളയെപ്പോലെ പശുവിനെ പോലെ നീ കയറിയിരിക്കണം. നിന്റെ ഊരയുടെ ചുറ്റുവട്ടങ്ങളിൽ റിക്ഷാ വണ്ടിയുടെ വളയം പിടിക്കണം. ബ്രിട്ടീഷുകാരനായ സായിപ്പും അവൻ്റെ ഭാര്യയും അവിടെ കയറിയിരിക്കുമ്പോൾ റിക്ഷാ വണ്ടിയിൽ അവരെ ആന്ധ്രയുടെ പൊതുനിരത്തുകളിലൂടെ നീ വലിച്ചു കൊണ്ടുപോകണം. ഒരു ദിവസം നിനക്ക് 60 രൂപ കിട്ടുമ്പോൾ 10 രൂപ നിന്റെ വട്ടച്ചെലവിന്, 50 രൂപ നമ്മുടെ വീട്ടിക്ക്. ഇനി വീട്ടിൽ കഞ്ഞി മുട്ടാതെ ഈ കുടുംബത്തെ കൊണ്ടുപോകാൻ പിതാവിൻ്റെ കൂടെ ഉത്തരവാദിത്തം നിനക്ക് കൂടിയുണ്ട് എന്ന് കഥ പറയുമ്പോൾ ആ പ്രായമുള്ള കേരളത്തിലെ നമ്മുടെ മക്കൾ ഐശ്വര്യമായിട്ട് ഏതെങ്കിലും റൂമിൽ ഇരുന്നിട്ട് ദീന് പഠിക്കുക. ആ പ്രായത്തിലുള്ള നമ്മുടെ കേരളത്തിലെ മക്കള് ഐശ്വര്യമായിട്ട് വീട്ടിൽ കടന്നുറങ്ങുക. അവർക്ക് ഭക്ഷണത്തിന് അന്നത്തിന് മുട്ടില്ല, പഠനത്തിന് പ്രയാസമില്ല, യൂണിഫോമിന് കുഴപ്പമില്ല. എന്ത് കുറവാ നമുക്കുള്ളത്? അല്ലാഹു തആല ഈ നിഅമത്തിന്റെ നടുവിലിട്ടിട്ട് നമ്മളെ പരീക്ഷിക്കാൻ. അതുകൊണ്ട് ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഈ ഗൾഫാണ്ടിരുന്നാൽ നമ്മുടെ നാട്ടിൽ അവസാനം കുത്തുപാളെടുക്കേണ്ട ഗതികേടിലേക്ക് നമുക്ക് പോകേണ്ടി വരൂലേ? അതുകൊണ്ട് റബ്ബ് ഒരു മുറുക്ക് വെള്ളം തന്നിട്ടുണ്ടെങ്കിൽ അതിന് ശുക്ർ ചെയ്യണം. അപ്പം നമുക്ക് ഇല്ലായ്മയുടെ കഥയാണ്. ഇല്ലായ്മയുടെ കഥ. ഇല്ല, അവിടെ ഇല്ല, ഇവിടെ ഇല്ല, അവിടെ നഷ്ടം, ഇവിടെ നഷ്ടം. നമ്മളെ ഇന്നത്തെ നഷ്ടവും പണ്ടത്തോലെ നഷ്ടവും വെച്ച് നോക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ നഷ്ടം? എവിടെയാണ് നമുക്ക് നഷ്ടമുണ്ടായത്? പണ്ട് അടുക്കളയിൽ 25, 30, 35, 40, 45 കൊല്ലം മുമ്പ് തലനിരച്ചയിരിക്കുന്ന ആളുകൾക്കറിയാം. വയോവൃദ്ധരായ ആ കൂട്ടത്തിലുള്ള ഉമ്മമാർക്കറിയാം, അടുക്കളയിൽ എന്തെങ്കിലും ഒരു വറ്റുണ്ടോ എന്ന് അന്വേഷിക്കാൻ പേരക്കുട്ടി പോകും. കുടുക്കപാത്രത്തിലുള്ള കഞ്ഞിവെള്ളത്തിൽ തള്ളക്കൈയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കും. കൊച്ചുകുട്ടി പറയും, അത്രേ കിട്ടി ഉമ്മ, ഉമ്മ കിട്ടിപ്പോയി.
വലിയ നിധി കിട്ടിയ മാതിരി ആ കുട്ടി പറയേണ്ടത്. പോയി നോക്കുമ്പോൾ എന്താ, തള്ളക്കൈലിൽ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ 4 5 വറ്റ് കിട്ടിയിട്ടുണ്ട്. പച്ചമുളകിൻ്റെ അറ്റം കടിച്ചു കൂട്ടിയിട്ട് കഞ്ഞിവെള്ളം എങ്ങനെയെങ്കിലും അകത്താക്കിയിട്ട് കുടുംബം പോറ്റിയ ഒരു തലമുറ ഇവിടെ ഉണ്ട്. അവസാനത്തെ ജനറേഷൻ. ഈ തലമുറയും കൂടിയും കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു പോകുന്ന ജീവിതം എന്താണ് എന്നുള്ളത് പിന്നെ അടുത്ത തലമുറക്കറിയില്ല. ചാവക്കാട്ടൊരു മലയാളി പറഞ്ഞു, അള്ളാഹു താല കോടികളുടെ ഐശ്വര്യം എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നല്ല നാസ്തിയും നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഒരു ദിവസം ഞാൻ രാവിലെ 6 മണിക്ക് നേന്ത്രപ്പായൊക്കെ പുഴുങ്ങി കൊടുത്താൽ 8:30 മണിക്ക് കഞ്ഞി അച്ചാറാണ് എൻ്റെ കുട്ടിക്ക് കൊടുക്കുക. അതെന്തിനാ നിങ്ങൾക്ക് എങ്ങനെ കഷ്ടപ്പെടുത്തണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, ബാക്കി 6 ദിവസം നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. പക്ഷേ എവിടെയെങ്കിലും ഒരു ഘട്ടത്തിൽ അള്ളാഹു താല എൻ്റെ സമ്പത്തിനാണ്ട് പിടിച്ചു വെച്ചു, എനിക്ക് കുത്തുപാളെടുക്കേണ്ടി വന്നാൽ എൻ്റെ മക്കൾ അന്ന് പറയും, എന്ത്, ഞങ്ങളെ വാപ്പ ഞങ്ങളെ കഞ്ഞി കുടിപ്പിച്ചും ശീലിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല. അതാണ് ഈ വന്ന വഴി മറക്കാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പം അള്ളാഹു താല ഒരുപാട് നിഅമാത്ത് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ പ്രതാപങ്ങളിൽ. എവിടെയാണ് നമുക്ക് നിയമത്തിൻ്റെ കുറവുള്ളത്? അപ്പം ചെറിയ നഷ്ടങ്ങളൊന്നും ഒരു നഷ്ടമല്ല, ഇത് ദുനിയാവാണെന്ന് മനസ്സിലാക്കുക. ഉള്ള നിയമത്തിന് ശുക്ർ ചെയ്യുക, ഉള്ള നിയമത്തിന് അള്ളാഹുവിനോട് നന്ദി പറയുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിനോട് പരമാവധി നമ്മൾ നന്ദി പറയുക. അങ്ങനെ ഒരു നന്ദിയുള്ള അടിമയായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറുക. അതിന് വലിയ വാല്യൂ ഉണ്ട്. നന്ദിയുള്ള അടിമയായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ മാറുന്നതിന് വലിയ വിലയുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അത്തരത്തിലുള്ള ബോധം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് അതാണ്, യഖൂലൂന മാ യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്. സ്വന്തം കയ്യിക്ക് ഗ്രന്ഥം കിട്ടുമ്പോൾ പടച്ചോനെ വല്ലാത്തൊരു ഗ്രന്ഥം, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ. അപ്പം എല്ലാം ഒരു തരം സഗീറ, ചെറിയ തെറ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞു അത്തബസ്സുമു ബിൽ ഇസ്തിഹ്സാ. ഒരാളെ പരിഹസിച്ചിട്ടൊന്ന് പുഞ്ചിരിക്കുക, പരിഹസിച്ചിട്ട് ചുണ്ടൊന്നനക്കുക, പുരികൊന്ന് ചുളിക്കുക. അബൽ കബീറ, വലിയ തെറ്റെന്താണ്? പരിഹസിക്കലിന്റെ വലിയ തെറ്റെന്താണ്? അൽ ഖഹ്ഖഹ, അത് പൊട്ടിച്ചിരിയാൻ. ഒരുത്തനെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ കുറെ പറയാ, എന്നിട്ട് വേറെയുള്ള പോലെ ചിരിക്കുക, അത് വലിയ തെറ്റാൻ. അല്ലാഹു തആല പറഞ്ഞു അത് വലിയ തെറ്റാൻ. അതുകൊണ്ട് വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ. ആരാണ് ഹുമസ? ഹുമസക്കാണ് വൈല് എന്ന് പറയുന്ന നരകം. ഹുമസ അല്ലദീ യുഅ്ദി ജലീസഹു ബിസൂഇൽ ലഫ്ളി. മോശമായ പദപ്രയോഗം ഉച്ചരിച്ചിട്ട് തൻ്റെ സുഹൃത്തിനെ ബുദ്ധിമുട്ടാക്കുന്നവനാണ് ഹുമസ എന്ന് പറഞ്ഞവൻ. അപ്പൊ അല്ലുമസ, അടുത്ത വാക്ക് ലുമസയാൻ. ആരാണ് ലുമസ? ഹുമസക്ക് വൈലി എന്ന് പറയുന്ന നരകമാണ്. അത് ലഫ്ള് കൊണ്ട്, വാക്ക് കൊണ്ട് സുഹൃത്തിനെ കളിയാക്കുന്നവനാണ്. അപ്പൊ ലുമസ ആരാണ്? അല്ലദീ യൂമിദു ബിഐനൈഹി വയുശീറു ബിറഅസിഹി. കണ്ണുകൊണ്ട് ഒരാളെങ്ങനെ ഒന്ന് പാര വെക്കുക, കണ്ണുകൊണ്ട് അയാളെങ്ങനെ ഇൻസൾട്ട് ചെയ്യുക. പിന്നെ വയുശീറു ബിറഅസിഹി, തല കൊണ്ട് ഇങ്ങനെ ഇഷാറത്താക്കുക, തല കൊണ്ട് ഒരാളെങ്ങനെ കളിയാക്കുക, ഇഷാറത്താക്കുക. സദസ്സ് മുഴുവൻ അടങ്ങിയിരിക്കുമ്പോൾ വേറുള്ളവർ ഇവനെ കാണുന്നുണ്ട്, എന്നിട്ട് കാണാത്ത ഒരാളെ അയാളെ ബാക്കിൽ നിന്നിട്ട് തല കൊണ്ട് ഇങ്ങനെ ഇഷാറത്താക്കിയിട്ട് അയാളെ കളിയാക്കുക. ഇതുവരെ പണ്ഡിതന്മാർ എഴുതി വെച്ചു. നമ്മൾ സൂറത്തുൽ ലുമസ, വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ, രണ്ടുപേർക്കും വൈലി എന്ന് പറയുന്ന നരകമാണ്. അതുകൊണ്ട് ലിസാനോ കലാ തദ്കുർ ബിഹി ഔറതം ബ്രിഇ ഫകുല്ലുക ഔറാത്തുൻ വലിന്നാസി അയുനോ. നിന്റെ നാവ് കൊണ്ട് ഒരാളുടെയും മോശത്തരത്തെ നീ പറയണ്ട. കാരണം എന്താ? ഫകുല്ലുക ഔറാത്തുൻ, ഈ പറയുന്ന നിന്റെ മുഴുവൻ മോശത്തരങ്ങളാണ്. വലിന്നാസി അയുനോ, ജനങ്ങൾക്കാണെങ്കിൽ പല രീതിയിലുള്ള കണ്ണുകളുമാണ്. ആ ജനങ്ങൾ നീ കേൾക്കാതെ നിന്നെപ്പറ്റി പല സ്ഥലങ്ങളിലും പലതും പറയും. അതിൻ്റെ പ്രത്യുപകാരം ഈ ദുനിയാവിൽ തന്നെ നിനക്ക് അനുഭവിക്കേണ്ടി വരും. നമ്മൾ ഒരാളെ പറ്റി കളിയാക്കുമ്പോൾ നമ്മളെ വിചാരം എന്താ? എന്നെപ്പറ്റി വേറെ ആരും കളിയാക്കണില്ല. അടുത്ത ഗ്രൂപ്പിൽ നമ്മളറിയാതെ നമ്മളെപ്പറ്റി അതിലും വലിയ കൊട്ടിഘോഷങ്ങൾ, കൊട്ടും കുരവയും ഉപയോഗിച്ച് വർണ്ണാഭമായിട്ട് നടക്കുന്നുണ്ടാകും. അത് നമ്മളറിയില്ല. അത് ഇതിനുള്ള ശമ്പളം പറ്റല, അത് ഈ പാപത്തിൻ്റെ ശമ്പളം അവിടെ പറ്റുകയാണ്. അപ്പം ജനങ്ങൾ അങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നർത്ഥം. പടച്ചോനെ, ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഒരാളെ പ്രയാസപ്പെടുത്തൂല എന്നുള്ള പ്രതിജ്ഞ എടുക്കുന്നൊരു മുഅ്മിനിൻ്റെ ദർജ എത്രയപ്പോൾ?
കാരണം മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നാവും കയ്യും സൂക്ഷിക്കുന്നവനാണ്. അപ്പോൾ ഞാൻ എൻ്റെ വാക്ക് കൊണ്ട് ഒരാളെ പ്രയാസപ്പെടുത്തൂല. അപ്പം എൻ്റെ ഉമ്മമാരെ, നിങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള മതകീയ സംവിധാനങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ജീവിതത്തിൽ നല്ല നല്ല അദ്കാറുകളെ പതിവാക്കുക, ദിക്റുകളെ പതിവാക്കുക. നമുക്കെന്തെങ്കിലും ശത്രുക്കൾ വന്നിട്ട് ദ്രോഹം ചെയ്യുന്നുണ്ട്, നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ട്, നമ്മളെ പല ആൾക്കാരും ദുൽമ ചെയ്യുന്നുണ്ട്. അത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ, ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ്, പല രീതിയിലും ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മളൊരു ദിക്ർ പതിവാക്കുക. ഖുർആൻ്റെ ആയത്താണ്, ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഏതുവിധ പ്രയാസങ്ങളും നീങ്ങാൻ ഇത് മതി.